ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എപ്പിസ്റ്റൽ ടു റോമൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 1 and 2. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ഇന്ന് പകൽക്കാല ഉപവാസത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് അടിയങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തന്നല്ലോ. ശ്രേഷ്ഠമേറിയ വാഗ്ദത്ത വചനങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ മുറുകെ പിടിക്കുക അപ്പച്ച. ഈ കേൾപ്പിച്ച തിരുവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഇന്നത്തെ പകൽക്കാലമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ തിരുവചനത്തിൻ്റെ ആലോചനകളെ സ്വീകരിപ്പാൻ തക്കവണ്ണം പാകമാക്കി നിരുപാധികമായി അൺകണ്ടീഷണൽ സറണ്ടറിങ്, നിരുപാധികമായി അങ്ങയുടെ വചനത്തിനും അങ്ങയുടെ ആലോചനയ്ക്കും കീഴടങ്ങുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. അങ്ങയുടെ സഭയെ ശുദ്ധീകരിക്കണമേ. ദൈവഭയത്തിൽ ഞങ്ങൾ വിശുദ്ധിയെ തികപ്പാൻ തക്കവണ്ണം അങ്ങയുടെ കൃപ കൂടിരുന്നാണ്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സ്ഥലത്തിലിരുന്നാട്ട്. സത്യസുവിശേഷത്തെ നിഷേധിക്കുന്ന, അതിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം മനസ്സ് കാണിക്കാത്ത ഒരു ലോകത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. സത്യസുവിശേഷം എന്ന് ഞാൻ പറയുമ്പോൾ പൂർണ്ണ സുവിശേഷം, ദൈവത്തിൻ്റെ സുവിശേഷത്തിന് മനുഷ്യൻ്റെ ഇടപെടലിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ സുവിശേഷത്തിന് മനുഷ്യൻ്റെ പബ്ലിസിറ്റിയോ അഡ്വർടൈസിങ്ങിൻ്റെയോ പരസ്യത്തിൻ്റെയോ ആവശ്യമില്ല. Gospel of God needs not to be altered. It need not be reformed. സുവിശേഷത്തെ നവീകരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കർത്താവിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം, ഈ ലോകം ഉള്ളിടത്തോളം കർത്താവിൻ്റെ വരവ് വരെയും ഒരുപോലെ തന്നെയാണ്. 2000-ഓടപ്പുറം വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷം ഈ ഭൂമിയിൽ കർത്താവ് തന്ന ആ നാൾ മുതൽ ഇന്ന് വരെയും സുവിശേഷം സുവിശേഷമായി തന്നെ നിലനിൽക്കുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ സത്യസുവിശേഷത്തെ ട്രൂ ഗോസ്പലിനെ മനുഷ്യൻ അവൻ്റേതായ ആലോചനകൾ, അവൻ്റേതായ ബുദ്ധി, അവൻ്റേതായ ജഡീക താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ മധ്യത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്തിനെന്നറിയാമോ? ടു പ്രീച്ച് ദ ട്രൂ ഗോസ്പൽ അണ്ടിൽ ഇറ്റ് ഈസ് ഹേർഡ്. അത് കേൾക്കുന്നത് വരെ, അത് സ്വീകരിക്കുന്നത് വരെ കർത്താവ് അയക്കുന്നിടത്തൊക്കെയും സത്യസുവിശേഷം നമ്മൾ പ്രസംഗിക്കണം. സത്യസുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, സത്യസുവിശേഷത്തിൽ നമ്മൾ ജീവിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അവർ ലൈഫ് സ്പീക്സ് ലൗഡർ ദാൻ അവർ വേർഡ്സ്. നമ്മുടെ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ നമ്മുടെ ജീവിതം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ we live in a world which has rejected the true gospel, distorted it, reformed it, polluted it, and we need to preach the original gospel wherever we are sent. നമ്മളെ അയക്കുന്നിടത്തൊക്കെയും കർത്താവ് ഈ ഭൂമിയിൽ തന്ന സുവിശേഷം വള്ളി പുള്ളി മാറ്റാതെ, നമ്മുടെ ഐഡിയാസ് ചേർക്കാതെ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ, സ്വർഗീയ ജ്ഞാനത്തിൽ, ദൈവകൃപയിൽ നാം അത് പ്രസംഗിച്ചു കൊണ്ടിരിക്കണം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ച, കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് കുറച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാൻ വേണ്ടി മാത്രമാണോ? ഇന്ന് കേട്ടു നോക്കിക്കേ, കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ അടയാളങ്ങളെക്കുറിച്ചും എത്രമാത്രം വലിയ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പാട്ടുകൾ കേൾക്കുമ്പോൾ, പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ,
ഗോസ്പൽ എന്ന് പറയുന്നത് തന്നെ ഇന്ന് പലരും സുവിശേഷം എന്ന് പറയുന്നത് കർത്താവ് വിടുവിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തയായിട്ടാണ് നമ്മൾ കാണുന്നത്. ശരിയുമാണ്. പക്ഷെ എന്തിൽ നിന്ന് കർത്താവ് വിടുവിക്കുന്നു? ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ്. ഏതിൽ നിന്നാണ് കർത്താവ് വിടുവിക്കുന്നത് നമ്മളെ? സുവിശേഷം വിടുതലിന്റെ വാർത്തയാണ്. ഇറ്റ് ഈസ് ദ മെസ്സേജ് ഓഫ് ഡെലിവറൻസ്. വിടുവിക്കുന്ന വാർത്തയാണ് മെസ്സേജ്, ഗോസ്പൽ എന്ന് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത്. പക്ഷെ എന്തിൽ നിന്ന് വിടുവിക്കുന്നത്? ഇന്ന് ലോകത്തെ നോക്കിക്കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് വിടുവിക്കുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിടുവിക്കുന്നത്, ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കുന്നത്, സമ്മർദ്ദങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത്, ഇതിനൊക്കെയായിരുന്നു ഗോസ്പൽ എന്നുള്ള അർത്ഥത്തിൽ നാം കേൾക്കുന്നത്. പക്ഷേ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് അതിനാണോ? കർത്താവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വാഗ്ദത്തം എന്തിനാണെന്നറിയാമോ? കർത്താവ് എന്തിനു വേണ്ടി വരുമെന്നുള്ളതാണെന്നറിയാമോ? കർത്താവിൻ്റെ ദൂതൻ ജോസഫിനോട് സംസാരിച്ചെന്താണെന്നറിയാമോ? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാനിരിക്കൊണ്ട് അവൻ യേശുവെന്ന് പേർ വിളിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1:21. His name shall be called Jesus, for he will deliver his people from their sins. പാപത്തിൽ നിന്ന് വിടുവിക്കുവാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതെത്ര പേര് പ്രസംഗിക്കുന്നുണ്ട് സഹോദരങ്ങളെ? സുവിശേഷം എന്ന് പറയുന്ന അതാ, നീ ഇനി പാപത്തിൽ ജീവിക്കേണ്ടവനല്ല, പിശാചിന്റെ അടിമയല്ല, നിത്യനരകത്തിലേക്ക് നുകം വെച്ചുകൊണ്ടു പോകുന്ന ഒരുവനല്ല നീ. പിന്നെയോ ആ നുകത്തിന്റെ കീഴിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ ഒരുവനുണ്ട്. ദാറ്റ് ഈസ് യുവർ സേവിയർ ജീസസ് ക്രൈസ്റ്റ്. നിന്റെ രക്ഷകനായ ക്രിസ്തു. ക്രിസ്തു എന്ന രക്ഷകൻ നമ്മളെ വിടുവിക്കുന്നത് പാപത്തിൽ നിന്നാണ്, പിശാചിന്റെ കെണികളിൽ നിന്നാണ്, ശത്രുവിന്റെ പിടിയിൽ നിന്നാണ്, ദൈവകോപത്തിൽ നിന്നാണ്, നിത്യനരകത്തിന്റെ പാതയിൽ നിന്നാണ്. ഇതാ സുവിശേഷം. എല്ലാവരും സുവിശേഷം പ്രസംഗിക്കാറുണ്ടല്ലേ? ആദ്യത്തെ 4 സുവിശേഷങ്ങളെ കുറിച്ച് നമുക്കറിയാം. സുവിശേഷം 4 സുവിശേഷങ്ങളുണ്ട്. ആദ്യത്തെ 4 പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ നമ്മളെല്ലാവരും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ സുവിശേഷം, ഈ പറഞ്ഞിരിക്കുന്ന സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തികൾ സുവിശേഷം മുഴുവനും പ്രസംഗിക്കാറുണ്ടോ? അതാ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, പൂർണ്ണ സുവിശേഷം, ഫുൾ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. എന്താ ഞാനിതിന് അർത്ഥമാക്കുന്നതെന്ന് അറിയാമോ? ഇതേ സുവിശേഷത്തിൽ തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ പറയുന്നത് സെർമൺ ഓൺ ദ മൗണ്ട്, പർവ്വത പ്രസംഗം. പക്ഷെ ഞാൻ കേൾക്കുന്നില്ല ആരെങ്കിലും അതിനകത്തു നിന്ന് പ്രസംഗിക്കുന്നത്. എത്ര വിശ്വാസികൾക്ക് താല്പര്യമുണ്ട് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ സെർമൺ ഓൺ ദ മൗണ്ട് മെഡിറ്റേറ്റ് ചെയ്യുവാൻ, അതിനെ അനുസരിക്കുവാൻ, അതിനെ ജീവിതത്തിന്റെ ഭാഗമായി തീരുവാൻ, താല്പര്യത്തോടെ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാൻ എത്ര വിശ്വാസികൾക്ക് താല്പര്യമുണ്ട്? അപ്പൊ ഭാഗികമായ സുവിശേഷമാണ് സഹോദരങ്ങളെ ഇന്ന് കേൾക്കുന്നത്, ഭാഗികമായ സുവിശേഷമായി ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത്, ഭാഗികമായ സുവിശേഷമാണ് നമ്മൾ അനുസരിക്കുന്നത്. പലപ്പോഴും ബാക്കി ഭാഗങ്ങൾ നമ്മൾ വെറുതെ വിടുകയാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ ആദ്യമായിട്ടൊക്കെ ആളുകളെയൊക്കെ കാണുമ്പോൾ അവരോട് കൂടുതൽ സമയം സംസാരിക്കുവാൻ എനിക്ക് അവസരം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞു വിടുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, നിങ്ങൾക്കൊന്നും വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, റീഡ് മാത്യു ചാപ്റ്റർ 5, 6 and 7. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നിങ്ങളൊന്ന് പഠിക്കുക. ബൈബിൾ മറ്റൊന്നും നിങ്ങൾ വായിക്കാൻ പറ്റിയില്ലെങ്കിലും, നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിലും, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ, Sermon on the Mount that was spoken to his disciples and the people and the crowd which were surrounding him. അവന്റെ ചുറ്റുപാടുമുള്ള പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും കർത്താവ് മലമേൽ ഇരുന്നു കൊണ്ട് പ്രസംഗിച്ച വചനമാണ്. ദാറ്റ് ഈസ് ദ മഗ്ന കാർട്ട, ദാറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തീയതയുടെ, ക്രിസ്തീയ അനുഭവത്തിന്റെ, വിശ്വാസ ജീവിതത്തിന്റെ അടിത്തറയും അടിസ്ഥാനവുമാണ് പർവ്വത പ്രസംഗം. നിങ്ങൾ അത് മാത്രം അനുസരിച്ചാൽ മതി, നിങ്ങൾ സ്വർഗത്തിലെത്തും. മറ്റൊന്നും നിങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ തന്നെ. പക്ഷെ എത്ര പേരത് പ്രസംഗിക്കുന്നുണ്ട് ദൈവമക്കളെ? കർത്താവിന്റെ ജീവിതം നമ്മൾ അനുഗമിക്കുവാൻ്റെ കോണം കർത്താവ് വിളിച്ചതാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന പ്രസംഗവും പാടുന്ന പാട്ടുകളും ഒക്കെ ദൈവ സ്നേഹത്തെക്കുറിച്ച്, there is no doubt about that. ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. For God so loved the world. അപ്പൊ ദൈവം സ്നേഹിച്ചു എന്നുള്ളതിന് ഒരു തെറ്റുമില്ല. ആ പ്രസംഗിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അത് സുവിശേഷമാണ്, സുവിശേഷത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സ്നേഹമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ആട്രിബ്യൂട്ട് മാത്രമാണ്, ദൈവത്തിന്റെ ഒരു സ്വഭാവം മാത്രമാണ് സ്നേഹം. ബാക്കി സ്വഭാവങ്ങളോ, അവിടുന്ന് നീതിയുള്ളവനാണ്, അവിടുന്ന് ന്യായാധിപതിയാണ്, അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് പാപത്തെ വെറുക്കുന്നവനാണ്. ഇതൊന്നും എന്താ പ്രസംഗിക്കാത്തത്? ദൈവസ്നേഹം മാത്രം പ്രസംഗിച്ചാൽ മതിയോ?
നമുക്ക് ഒരു കാലും, ഒരു വശത്തുള്ള കാലും കൈയും മാത്രം മതിയോ? മറ്റേ കാലും കൈയും നമുക്ക് വേണ്ടായോ? ഒരു പക്ഷിക്ക് ഒരു ചിറക് മാത്രം മതിയോ? മറ്റേ ചിറക് വേണ്ടായോ? നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പൂർണ്ണ സുവിശേഷം എന്ന് പറയുന്നത് ബാലൻസ് ചെയ്ത് നമ്മൾ പഠിക്കണം. ദൈവത്തിന്റെ എല്ലാ സ്വഭാവവും, സർവശക്തനായ ദൈവത്തിന്റെ ഒരു സ്വഭാവം മാത്രമല്ല ചിന്തിക്കേണ്ടത്. അവിടുത്തെ ഒരു സ്വഭാവത്തിന് ദൈവം ആരെന്ന് വെളിപ്പെടുത്തി തരാൻ പറ്റത്തില്ല. അവന്റെ സ്വഭാവങ്ങൾ, അവന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം നമ്മൾ പഠിക്കുമ്പോഴാണ് സർവശക്തനായ ദൈവം ആരെന്ന് നമുക്ക് മനസ്സിലാക്കൂ. നമ്മൾ മറന്നു പോകരുത്. 1 പത്രോസ് 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്തറിയാമോ? അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ തക്കവണ്ണം കർത്താവ് നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്നാണ്. കർത്താവ് കാണിച്ച മാതൃകയിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ പിൻപറ്റുമ്പോൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്ന മാതൃകയിലേക്ക് ഞാൻ നോക്കി അവിടുന്ന് നടന്നതുപോലെ ഞാൻ നടക്കുവാനായിട്ട് ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് എന്നെ കർത്താവ് വിളിച്ചത്. സഹോദര സഹോദരി, നമ്മളത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അതറിഞ്ഞ പൗലോസാണ് പറഞ്ഞത്. നമുക്കറിയാം 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഫോളോ മീ ആസ് ഐ ഫോളോ ജീസസ് ക്രൈസ്റ്റ്, ബി മൈ ഇമിറ്റേറ്റേഴ്സ്. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായി മാറണം. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായി മാറണം. കർത്താവ് പറഞ്ഞതാ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതാ. അപ്പോൾ നമ്മളത് മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഞാൻ കേൾക്കുന്ന സുവിശേഷം പൂർണ്ണമാണോ? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ പകൽക്കാലം നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ കേൾക്കുന്നത് പൂർണ്ണ സുവിശേഷമാണോ? ഞാൻ പ്രസംഗിക്കുന്നത് പൂർണ്ണ സുവിശേഷമാണോ? ഞാൻ മറ്റുള്ളവരോട് പറയുന്നത് പൂർണ്ണ സുവിശേഷമാണോ? അതോ ഭാഗികമായിട്ടുള്ളതാണോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, 10,000 പേരോട് സുവിശേഷം പറയുവാൻ നിനക്ക് അവസരം കിട്ടിയില്ല. ഒരാളോടെ നിനക്ക് സുവിശേഷം പറയുവാൻ അവസരം കിട്ടിയുള്ളതെങ്കിലും നീ പറയേണ്ടത് പൂർണ്ണ സുവിശേഷമായിരിക്കണം, ഫുൾ ഗോസ്പൽ ആയിരിക്കണം. ഇന്ന് എത്ര പേര് ദൈവത്തിന്, ഈ പ്രസംഗകർ എന്ന് പറയുന്നവർ, ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നവർ, ഈ സുവിശേഷകർ എന്ന് പറയുന്നവർ, ഈ ബൈബിൾ ടീച്ചേഴ്സ് എന്നും പ്രീച്ചേഴ്സ് എന്നും പറയുന്നവരൊക്കെ, അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് എന്ന് പറയുന്നവരൊക്കെ എന്തുകൊണ്ടാണ് എപ്പിസൽസ് പഠിപ്പിക്കാത്തത്? ദൈവസഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട പുതിയ നിയമ ലേഖനങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവസഭയുടെ ശുദ്ധീകരണത്തിന് ഉതകുന്ന, ശുദ്ധീകരണത്തിന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന പുതിയ നിയമത്തിന്റെ ലേഖനങ്ങൾക്ക് പ്രാധാന്യം എന്തുകൊണ്ട് ഇന്ന് പ്രീച്ചേഴ്സ് കൊടുക്കുന്നില്ല? എല്ലാവർക്കും സുവിശേഷമാണ്. സുവിശേഷം ആർക്കാണെന്നറിയാമോ ആവശ്യം? സുവിശേഷം അറിയുന്നത്, ക്രിസ്തുവിനെ അറിയാത്ത ഒരു ലോകം ക്രിസ്തുവിങ്കിലേക്ക് വരാനാണ് സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത്. ലോകത്തോട് പറയുകയാണ്, ഇത് സുവിശേഷമാണ്, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ് ഈ സുവിശേഷം. ഈ സുവിശേഷം കേട്ട് ദൈവസഭയുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ജനത്തെ വിശുദ്ധീകരണത്തിൽ കർത്താവിന്റെ സ്വരൂപത്തോടെ അനുരൂപരാക്കി തീർക്കുവാൻ, കർത്താവ് നടന്ന പാതയിലൂടെ നടക്കുവാൻ, കർത്താവ് കാണിച്ച ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം, ദൈവസഭയെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ തന്നിരിക്കുന്നതാണ് ഈ ലേഖനങ്ങൾ. അതിനെത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സഹോദരങ്ങളെ നമ്മൾ? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇത് വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇന്ന് പകൽക്കാലം ഒരു പ്രത്യേക വിഷയം മാത്രം ഈ സുവിശേഷത്തിൽ നിന്ന് എടുത്ത് മുന്നോട്ടുള്ള വചന ശുശ്രൂഷ നടത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഗ്രേസ്, കൃപ. എല്ലാവർക്കും ഇഷ്ടമുള്ള വാക്കാണ് കൃപ. ഈ കൃപ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൻട്രാലിറ്റി ഓഫ് ദി ഗോസ്പൽ. സുവിശേഷത്തിന്റെ കേന്ദ്രമാണ് കൃപ. അത് മാത്രമാണ് ഇറ്റ്സ് വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ വേർഡ്സ് വി കൻ സീ ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്. ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും മനോഹരമായി കാണുന്നതാണ് ദൈവത്തിന്റെ കൃപ. ക്രിസ്തുവിലൂടെ ഈ ലോകത്തിന് സ്വർഗം തന്നതാണ് ദൈവകൃപ. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കൃപയല്ലായിരുന്നു, ദൈവത്തിന്റെ ദയയായിരുന്നു. മറന്നു പോകരുത്. പഴയ നിയമത്തിൽ ലോകത്തോട് ദൈവം കാണിച്ചത്, തന്റെ ജനമാകുന്ന ഇസ്രായേലിനോട് ദൈവം കാണിച്ചത്, അവരുടെ ചുറ്റുപാടുമുള്ള മറ്റു ജാതികളോട് ദൈവം കാണിച്ചത് ദൈവത്തിന്റെ ദയയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ദയയേക്കാൾ അപ്പുറം ദൈവത്തിന്റെ കൃപയാണ്. ദൈവമക്കളാകുന്ന നമ്മുടെ മേൽ ദൈവത്തിന്റെ ദയയല്ല വന്നത്, ദൈവമക്കളാകുന്ന നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപയാണ് ഉദിച്ചത്. ഈ സുവിശേഷത്തെ വികലമാക്കിയതുപോലെ തന്നെ ദൈവത്തിന്റെ കൃപയെയും ഇന്ന് മനുഷ്യൻ വികലമാക്കിയിരിക്കുക. ദൈവത്തിന്റെ കൃപയെ ഡിസ്റ്റോർട്ട് ചെയ്തിരിക്കുക, അതിന് രൂപഭേദം വരുത്തിയിരിക്കുക, അതിന് ഭാവഭേദം വരുത്തിയിരിക്കുക, അതിനെ അവർ റിഫോം ചെയ്തിരിക്കുക. അതൊരു പുതിയ പാക്കറ്റിൽ പൊതിഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വളച്ചൊടിച്ച് ഇന്ന് ലോകത്തിന്റെ മുമ്പാകെ കൊടുത്തിരിക്കുക കൃപ.
ഇന്ന് പകൽക്കാലം കുറച്ച് സമയം ഈ കൃപയെക്കുറിച്ച് ഞാനൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ് ദൈവമക്കളെ. നമ്മൾ ഒരുമിച്ച് ഈ കൃപയെക്കുറിച്ച് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഗ്രേസ് ഓഫ് ഗാഡ്. ഇവിടെ നിൽക്കിരിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരാരെങ്കിലും ദൈവകൃപ എന്താണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ തോൽവിക്ക് കാരണം നമ്മൾ കൃപ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ നിരാശയ്ക്ക് കാരണം ദൈവകൃപ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാത്തതിന് കാരണം ദൈവകൃപ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സഹോദരങ്ങളെ, ആത്മീക ജീവിതത്തിൽ നമുക്ക് വളർച്ചയില്ലാത്തതിൻ്റെ കാരണം, ആത്മീക ജീവിതത്തിൽ നമ്മൾ മൗനമായി പോകുന്നതിൻ്റെ കാരണം ഈ ദൈവത്തിൻ്റെ കൃപ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മുന്നോട്ടുള്ള വിഷയം അതിശ്രദ്ധയോടുകൂടെ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഗ്രേസ് ഈസ് ദ ഹാർട്ട് ഓഫ് ദി ഗോസ്പൽ. സുവിശേഷത്തിന്റെ ഹാർട്ടാണ്, ഹൃദയമാണ് ഗ്രേസ്. കാരണം എന്ന് പറയുമ്പോൾ ഗ്രേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ലൈക്ക് സോഫ്റ്റ് വേർഡ് ഓർ നെവർ മൈൻഡ് ആറ്റിറ്റ്യൂഡ്. എന്തുവാ ഗ്രേസ് എന്ന് കേൾക്കുമ്പോൾ, കൃപയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് എന്താണെന്ന് അറിയാമോ? സോഫ്റ്റായിട്ട് സംസാരിക്കുക, എന്ത് സംഭവിച്ചാലും ഡോണ്ട് വറി എന്ന് പറയുക. എത്ര വലിയ കൊടും പാപത്തിലൂടെയും തെറ്റിലൂടെ പോവുകയാണെങ്കിലും പുറത്ത് കൈയടിച്ചുകൊണ്ട് പറയാം നത്തിങ് ടു വറി, നത്തിങ് ടു വറി, ഗാഡ് സ്റ്റിൽ ലവ്സ് യു. ഇതൊക്കെ പറയുന്നതാണ് കൃപയെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നാൽ കൃപയെന്ന് പറയുന്നത് ഇതിനേക്കാൾ അധികം. ഗ്രേസ് ഈസ് മച്ച് ഡീപ്പർ, മച്ച് സ്ട്രോങ്ങർ, മച്ച് പവർഫുൾ ആൻഡ് മച്ച് ട്രാൻസ്ഫോർമേറ്റീവ് ദാൻ എനി ഓഫ് ദ വേൾഡ് പീപ്പിൾ സേ അബൌട്ട് ഗ്രേസ്. ഈ ലോകം പറയുന്ന ഗ്രേസിനേക്കാൾ, ലോകം പറയുന്ന കൃപയേക്കാൾ എത്രയോ അഗാധവും ആഴവും ഉള്ളതാണ്, എത്രയോ ശക്തമാണെന്നറിയാമോ, എത്രയോ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിവുള്ളതാണെന്നറിയാമോ. ട്രാൻസ്ഫോർമേറ്റീവ് പവറാണ് ഗ്രേസ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നമ്മളതൊന്ന് കാണുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ ഫോൾസ് ഗ്രേസും ട്രൂ ഗ്രേസും, സത്യകൃപയും ഈ വ്യാജമായിട്ടുള്ള കൃപയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാൻ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. തിങ്ക് ഓഫ് എ മാൻ റെസ്ക്യൂഡ് ഫ്രം ഡ്രോണിങ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരാൾ രക്ഷിച്ചെന്ന് കരുതിക്കുക. തിങ്ക് ഓഫ് എ മാൻ റെസ്ക്യൂഡ് ഫ്രം ഡ്രോണിങ് ആൻഡ് ഹി താങ്ക്ഡ് ദ റെസ്ക്യൂവർ ആൻഡ് അഗെയിൻ വെന്റ് ബാക്ക് ആൻഡ് ഡൈവ്ഡ്, ജംപ്ഡ് ഇൻടു ദി ഓഷ്യൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അതായത് മുങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യനെ ഒരാള് രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവന്നു. കരയ്ക്ക് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഓ എനിക്ക് രക്ഷിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എടുത്ത് വീണ്ടും കടലിൽ ചാടുക. അതാണ് ഫോൾസ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ, ദൈവം എന്തിൽ നിന്നൊരുവനെ രക്ഷിച്ചുവോ അവൻ അതിലേക്ക് തന്നെ വീണ്ടും മടങ്ങി പോകുന്നു. ദാറ്റ് ഈസ് ഫോൾസ് ഗ്രേസ്. അതാണ് വ്യാജമായ കൃപ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ ദൈവം രക്ഷിച്ചതിൽ തന്നെയാണ് നീ ഇന്നും ജീവിക്കുന്നതെങ്കിൽ, ദൈവം നിന്നെ കാർന്ന് തിന്നുകൊണ്ടിരുന്ന ക്യാൻസറിനെ നീ സ്നേഹിക്കുമോ? കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറിനെയോ അല്ലെങ്കിൽ മാരകമായ ഏതെങ്കിലും ഒരു രോഗത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടിയെന്ന് കരുതിക്കോ, സൗഖ്യം കിട്ടിയെന്ന് കരുതിക്കോ. ആ അനുഭവത്തിലൂടെ, ആ രോഗത്തിന്റെ അനുഭവത്തിലൂടെ നീ കടന്നുപോയപ്പോൾ നീ അനുഭവിച്ച വേദനയൊന്ന് ഓർത്തേ, നീ അനുഭവിച്ച നിരാശയൊന്ന് ഓർത്തേ, നീ അനുഭവിച്ച ആ ഒറ്റപ്പെടലൊന്ന് ഓർത്തേ, നീ അനുഭവിച്ച ആ മുന്നോട്ട് നിന്റെ ഭയമൊന്ന് ഓർത്തേ. ഇതിനകത്തൂടൊക്കെ നീ കടന്നുപോയ കാലഘട്ടത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചു എന്ന് കരുതിക്കേ. നിനക്ക് സൗഖ്യം കിട്ടി പൂർണ്ണമായിട്ട്. നീ പിന്നീട് ആ സൗഖ്യമുള്ള ജീവിതത്തിൽ ജീവിക്കുന്നതിനെ തിരിച്ചെപ്പോഴെങ്കിലും ആ രോഗത്തെക്കുറിച്ച് സന്തോഷത്തോടെയാണോ നീ ഓർക്കുന്നത്? നീ അതിനെ വെറുക്കത്തില്ലേ? അതിനെക്കുറിച്ച് പറയുമ്പോൾ നീ വെറുക്കത്തില്ലേ? ആ രോഗം ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതലുകളെ കുറിച്ച് മറ്റുള്ളവരോട് നീ പറയാറില്ലേ? എന്താ നീ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ അതിലൂടെ കടന്നുപോയ വ്യക്തിയാണ്, അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തിയാണ്, അതിന്റെ തിക്താനുഭവങ്ങളെ എൻ്റെ ജീവിതത്തിൽ കുറെ കാലം ഞാൻ കൊണ്ടു നടന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ വേദന അനുഭവിക്കുന്നു, അതിന്റെ നോവ് ഞാൻ അനുഭവിക്കുന്നു. അത് ആർക്കും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതല്ലേ ഒരു രോഗത്തിൽ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആത്മീയമായി സഹോദര സഹോദരി, കർത്താവ് ഏതിൽ നിന്നാണ് നമ്മളെ വിടുവിച്ചത്? കർത്താവ് പാപത്തിൽ നിന്നാണ് നമ്മളെ വിടുവിച്ചത്. കർത്താവ് ജഡിക മോഹങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചത്. കർത്താവ് ലോക സ്നേഹത്തിൽ നിന്നാണ് വിടുവിച്ചത്. ഞാൻ ഈ പറയുന്നതൊക്കെ ദൈവത്തിനോട് ശത്രുത്വമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, അല്ലേ? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന്. 1 യോഹന്നാൻ 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഇല്ല എന്ന്. അതിന്റെ അർത്ഥം എന്താ?
ലോകം ദൈവത്തോട് ശത്രുത്വമാണ്. ഒരു ദൈവ പൈതലിന് ലോകമോഹങ്ങളിൽ നിന്ന്, ഈ ലോകത്തിന് വേണ്ടി, ഈ ഭൂമിക്ക് വേണ്ടിയുള്ള ജീവിതത്തിൽ നിന്ന്, ഈ ഭൂമിയാണ് സർവ്വതും, ഈ ലോക ജീവിതമാണ് സർവ്വതും എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ, ആ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവ പൈതലിന്റെ ഹൃദയം ദൈവം തുറന്നിട്ട്, ഇത് ശാശ്വതമല്ല, ഇത് താൽക്കാലികമാണ്, ഇതിനപ്പുറം നിന്നെ മരണത്തിന് ശേഷം നിത്യമായ ഒരു ജീവിതം നിന്നെ കാത്തിരിക്കുന്നുവെന്ന് പഠിപ്പിച്ചത് ആ സുവിശേഷം. അങ്ങനെ നമ്മളെ വിടുവിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെയും പഴയതിനെ ഓർത്ത് സന്തോഷിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ പഴയതിലേക്ക് പോവുകയാണ്. ആ പഴയതിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹാവ് യു ബീൻ റെസ്ക്യൂഡ് റിയലി? നിന്നെ വിടുവിച്ചു, നീ വിടുവിക്കപ്പെട്ടോ? ഡു യു എൻജോയ് ദി പവർ ഓഫ് ഗ്രേസ് ആൻഡ് ബ്യൂട്ടി ഓഫ് ഗ്രേസ് ഇൻ യുവർ ലൈഫ്? മുമ്പേ പറഞ്ഞ പോലെ വിടുവിക്കപ്പെട്ട ഒരു രോഗത്തെ വെറുപ്പോട് കൂടി ഓർക്കും, എല്ലാ മുൻകരുതലുകളും അസുഖം പിന്നെ വരാതിരിപ്പാൻ തക്കവണ്ണം. ആത്മീക ജീവിതത്തിൽ എന്താ ശുഷ്കാന്തി നമ്മൾ കാണിക്കാത്തത്? ചിന്തിക്കണമേ സഹോദര സഹോദരി, ഇറ്റ്സ് എ വെരി സീരിയസ് ഇഷ്യൂ. ഇന്ന് പലപ്പോഴും പല ചർച്ചകളിലും പ്രസംഗിക്കപ്പെടുന്നത് മോറലിസമാണ്. വാട്ട് ഡു യു മീൻ ബൈ മോറലിസം? They treat Jesus as a moral example. They preach Jesus as a moral example. ധാർമ്മികമായ വിഷയത്തെക്കുറിച്ച് ഇന്ന് സഭകൾക്ക് കേൾക്കാൻ ഇഷ്ടം. എന്ന് പറഞ്ഞാൽ ബിക്കമിങ് ബെറ്റർ പീപ്പിൾ, നല്ല ആളുകളായിട്ട് മാറുക. യേശു കർത്താവിനെ ഒരു മോറൽ ഗുരുവായിട്ട്, ഒരു ധാർമ്മിക ഗുരുവായിട്ട് പഠിപ്പിക്കുക. യേശു സ്നേഹിച്ചു, യേശു കരുതി, യേശു സൗഖ്യമാക്കി, യേശു അപ്പം കൊണ്ട് പോഷിപ്പിച്ചു, യേശു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലുകൾ പണിയണം, അതുകൊണ്ട് നമുക്ക് ഓർഫനേജുകൾ തുടങ്ങണം, അതുകൊണ്ട് നമുക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം നല്ലതാ ദൈവമക്കളെ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു മോറൽ റിഫോർമേഷന് വേണ്ടി യേശുവിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഭൂമി മറ്റു പല ഗുരുക്കന്മാരെന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ മോറലി ബെറ്റർ പേഴ്സൺസ് ആക്കുവാനല്ല. ആ ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സോറി ടു ടെൽ യു, യു വിൽ നെവർ എൻഡ് അപ്പ് ഇൻ ഹെവൻ. There is another place there called hell, where God's presence is not there, you may be there. കാരണം എന്താണെന്നറിയാമോ? Jesus hasn't come down to become a moral teacher. He has come down to become the savior of the world. ലോകത്തിൻ്റെ രക്ഷിതാവായിട്ട്, പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അല്ലാതെ ഒരു മനുഷ്യനൊരു ബെറ്റർ പേഴ്സൺ ആകുവാനുള്ള വില കാണിക്കാനല്ല. കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവൻ ബെറ്റർ പേഴ്സൺ ആയിട്ടല്ല മാറുന്നത്. ഹി ബിക്കംസ് എ ന്യൂ ക്രീച്ചർ. അവനൊരു പുതിയ വ്യക്തിയായിട്ടാണ് മാറുന്നത്. ഒരു റിഫോർമേഷൻ അല്ല അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു റിസറക്ഷൻ ആണ്. മനസ്സിലാക്കണമേ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളല്ല വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു പുനരുത്ഥാനമാണ് സംഭവിക്കുന്നത്. ഒരു റിഫോർമേഷൻ. മരിച്ചു കിടന്നിരുന്ന നമ്മളെ അവൻ വിടുവിച്ചു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് അതാണ്. 2:1 പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. That happens when you and I hear the gospel and submit to the gospel. അതാ ദൈവത്തിന്റെ കൃപ. താഴേക്ക് വായിച്ചു വരുമ്പോൾ 2-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, പ്രവൃത്തികളിലല്ല, പിന്നെയോ വിശ്വാസത്താലെ കൃപയാൽ അത്രേ നമ്മൾ രക്ഷിക്കപ്പെട്ടതെന്ന് 8-9 വാക്യങ്ങളിലേക്ക് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണമേ, we are not called to be morally good. Of course, that is a part of it. But we are called to be alive in Christ. ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി തീരുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ ലോകത്തിന് കൊള്ളാവുന്ന കുറേ മനുഷ്യരായി മാറാനല്ല. അതിനല്ല കർത്താവ് വന്നത്. അതിന് പ്രവാചകന്മാരെ അയച്ചാൽ മതിയായിരുന്നു കർത്താവിന്. കർത്താവ് വന്നത് താൻ ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്താനുള്ള വഴിയാണ്. അപ്പോൾ ഇന്ന് മുന്നോട്ടുള്ള കുറച്ച് സമയം 4 പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചുരുക്കമായിട്ട് സംസാരിച്ചിട്ടിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണ് ട്രൂ ഗ്രേസും ഫോൾസ് ഗ്രേസും തമ്മിലുള്ള വ്യത്യാസം, കോൺട്രാസ്റ്റ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്? സത്യകൃപയും വ്യാജമായ കൃപയും, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രസംഗിച്ച് കേൾക്കുന്ന കൃപയും ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന കൃപയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതിലേത് കൃപയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ പഠിച്ചിരുന്നതെന്നും ഇതിലേത് കൃപയെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നതെന്നും ഇന്ന് പകൽക്കാലം നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ഒരുപക്ഷെ നമ്മുടെ ജീവിതം കംപ്ലീറ്റ്ലി മാറും. ഹല്ലേലൂയ. നമ്പർ 1, ട്രൂ ഗ്രേസ് സേവ്സ് us, but false grace excuses us. സത്യകൃപ നമ്മളെ രക്ഷിക്കും, വ്യാജകൃപ നമ്മളെ ന്യായീകരിക്കും.
ശ്രദ്ധിക്കണമേ, ട്രൂ ഗ്രേസ് സേവ്സ് us ആൻഡ് ഫോൾസ് ഗ്രേസ് എക്സ്ക്യൂസസ് us. നിങ്ങൾക്കറിയാമോ സത്യകൃപയുടെ പ്രത്യേകത? ഒരു വ്യക്തി സത്യകൃപയിലേക്ക് വന്നാലുള്ള ഗുണം റോമാലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അവിടെ എന്തെഴുതിയിരിക്കുന്നത്? ഞാൻ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപത്തിന് എന്നിൽ കർത്തൃത്വമില്ലല്ലോ. ഒരു വ്യക്തി സത്യകൃപയിലേക്ക് വന്നാൽ പാപത്തിൻ്റെ കർത്തൃത്വം അവിടെ ഇല്ലാതായി പോകും. പിന്നെ പാപത്തിന് ആ വ്യക്തി അടിമയാകത്തില്ല. അതാ കൃപ വന്നതിൻ്റെ പ്രത്യേകത. ദൈവത്തിൻ്റെ കൃപ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാപവുമായിട്ട് അവനൊരു പുതിയ ബന്ധമുണ്ടാകും. നമ്മൾ ചിന്തിക്കുന്നത് സുവിശേഷം അനുസരിച്ച് കഴിയുമ്പോൾ നമുക്ക് യേശുവുമായി ഒരു പുതിയ ബന്ധമുണ്ടാകുമെന്നാ. ഇറ്റ് ഈസ് റൈറ്റ്. യേശുവുമായി ഒരു പുതിയ ബന്ധമുണ്ടാകും, യേശു ക്രിസ്തുവുമായി ഒരു പുതിയ ബന്ധമുണ്ടാകുമെന്ന് പറയുന്നതിന്റെ ഈക്വൽ സെൻസ് ആണ് പാപവുമായി നമുക്കൊരു പുതിയ ബന്ധമുണ്ടാകും. പണ്ട് പാപത്തെ സ്നേഹിച്ചിരുന്നു, ഇപ്പോൾ നമ്മൾ പാപത്തെ വെറുക്കും. സോ ഒരുവൻ ക്രിസ്തുവിൽ, നമ്മൾ എഴുതിയിരിക്കുന്ന വാക്യം അതാണ്, 6:14 റോമൻസ്, സിൻ ഷാൽ ഹാവ് നോ ഡൊമിനിയൻ ഓവർ യു, യു ആർ അണ്ടർ ഗ്രേസ് നോട്ട് അണ്ടർ ദ ലോ. സിൻ ഷാൽ ഹാവ് നോ മാസ്റ്ററി ഓവർ യു. പാപത്തിന് നിന്റെ മേൽ കർത്തൃത്വമില്ല. പാപം നിന്നോട് പറയത്തില്ല ഇത് ചെയ്യുന്ന. പാപം നമ്മളെ മോഹിപ്പിക്കുമ്പോൾ നമ്മളെ പാപത്തോട് നോ പറയുവാൻ തക്കവണ്ണം കഴിയും കൃപ നമ്മളിൽ ഉണ്ടാക്കി. പാപത്തിൽ വീഴത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പാപത്തിൽ ചിലപ്പോൾ നമ്മൾ വീണുപോയേക്കാം ചില സാഹചര്യങ്ങളിൽ. പക്ഷെ പാപത്തിൽ വീണാലും പാപത്തിൽ കിടക്കത്തില്ല. പാപത്തെ നമ്മൾ വെറുക്കും. പാപത്തിൽ വീഴരുതേ എന്നുള്ള ആഗ്രഹമായിരിക്കും നമുക്ക്. പാപം നമ്മളെ വീഴ്ത്തുവാൻ തക്കമുള്ള സാഹചര്യങ്ങളെ മുന്നമേ കണ്ട് നമ്മൾ ഒഴിഞ്ഞു മാറും. ദൈവവചനം തരുന്ന ഉപദേശങ്ങളെ നമ്മൾ സ്വീകരിക്കും. പാപത്തിനെതിരെ നമ്മൾ യുദ്ധം ചെയ്യും. ജഡമോഹങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും. ലോകമോഹങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും. ദൈവവചനം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ ശുഷ്കാന്തി കാണിക്കും. ട്രൂ ഗ്രേസ് സേവ്സ് us. സത്യകൃപ നമ്മളെ വിടുവിക്കുക. മരണത്തിൻ്റെ ആത്മീയ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നതാ ദൈവകൃപ. ദൈവവചനം പറയുന്നു പാപം നമ്മുടെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു അല്ലേ? പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഏത് മരണത്തെക്കുറിച്ചാണ് പറയുന്നത്? ആത്മീക മരണം. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ വചനം പഠിച്ചു കഴിഞ്ഞാൽ ആദം പാപം ചെയ്തുകൊണ്ടാണ് മനുഷ്യന് മരിക്കേണ്ടതായിട്ട് വന്നത്. മരണത്തെക്കുറിച്ച് ആദമിനോട് പറഞ്ഞില്ല, പാപം ചെയ്തു കഴിഞ്ഞിട്ടാണ് പറഞ്ഞ. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷം, നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇഫ് യു ഈറ്റ് ഓഫ് ദ ട്രീ യു ഷാൽ ഷുവർലി ഡൈ. അവൻ തിന്നു, അവൻ മരിച്ചു. ഭൗതികമായി അന്നേരം തന്നെ ആത്മീകമായി മരിച്ചു, പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഭൗതികമായി മരിച്ചു. അപ്പം മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പാപമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് നീ കൃപയ്ക്ക് കീഴിൽ വരുമ്പോൾ ഈ പാപത്തിന് നിന്റെ മേൽ കർത്തൃത്വമില്ല എന്ന് പറഞ്ഞാൽ നീ മരണത്തിന്റെ ശക്തിയെ ജയിക്കും. ഏത്? ആത്മീക മരണത്തിന്റെ ശക്തിയെ നീ ജയിക്കും. നമ്മളെ ജീവിപ്പിക്കുന്നതാണ് ദൈവകൃപ, യഥാർത്ഥ കൃപ. നമ്മളെ കൊല്ലുന്നതല്ല. യു നോ സാൽവേഷൻ ഹാവ് 3 tenses. സാൽവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് 3 tenses. നമുക്കറിയാം. യൂട്യൂബിലൊക്കെ മെസ്സേജുകളൊക്കെ ഞാൻ ചെയ്ത് കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ പോയാൽ വായിക്കാനുള്ളതുണ്ട്. ഞാൻ അതിന് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക്. 3 tenses. ഈ 3 tenses സാൽവേഷൻ എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക് 3 തലങ്ങളുണ്ട്. നമ്മളത് കേൾക്കുന്നത്. ഞാൻ ഇതൊക്കെ 2-3 മിനിറ്റ് എടുത്ത് പറഞ്ഞു പോവുക, കാരണം സമയത്തിന് മുമ്പ് ഞാൻ നിർത്താം. എന്താണ് ഒന്നാമത്തേത്? ജസ്റ്റിഫിക്കേഷൻ. ജസ്റ്റ് ആസ് ഇഫ് യു ഹാവ് നെവർ സിൻഡ്. അതായത് കർത്താവിലേക്ക് വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ആദ്യത്തെ നടക്കും. അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ജീവിതത്തിന്റെ സകല പാപഭാരത്തെയും കർത്താവ് നീക്കി, പാപബന്ധനത്തെ നീക്കി, നമ്മുടെ എല്ലാ ഇനിക്വിറ്റീസിനെ, ദൈവവുമായി നമ്മളെ അകറ്റിയിരുന്ന ആ ശത്രുതയെ കർത്താവ് മാറ്റി. ജനിച്ച കാലം മുതൽ ആദാമ്യ പാപമായിക്കൊള്ളട്ടെ, ജന്മപാപമായിക്കൊള്ളട്ടെ, അത് മുതൽ ഇങ്ങോട്ട് നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇതിലൂടെ വന്ന പാപമെല്ലാം, ശാപമെല്ലാം ക്രിസ്തുവിൽ വന്നതോടുകൂടി നമ്മളെ മാറ്റി, കംപ്ലീറ്റ് നീക്കി. ഗോഡ് ഡെൽറ്റ് വിത്ത് അവർ പാസ്റ്റ് സിൻസ്. അതാ ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീതീകരണം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലീഗൽ ടേം. വി ഹാവ് ബീൻ ലീഗലി ഡിക്ലെയർഡ് ആസ് ഇന്നസെന്റ് ആൻഡ് ഗിൽറ്റ് ഫ്രീ. നമ്മളെ സ്വതന്ത്രരായി ദൈവം നിയമപരമായി ഡിക്ലെയർ ചെയ്തു തൻ്റെ പുത്രനിലൂടെ. കാരണം നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും തൻ്റെ പുത്രന്റെ മേലിട്ടു. പുത്രൻ അതിനൊരു വില കൊടുത്തു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ പാപങ്ങളെയും ശാപങ്ങളെയും അവൻ ചുമലിൽ ഏറ്റിട്ട് ഞാൻ മരിക്കേണ്ടിടത്ത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. സോ ഇറ്റ് ഹാസ് ബീൻ പെയ്ഡ് ഓഫ് കംപ്ലീറ്റ്ലി ഇൻ ഫുൾ. ആ കൊടുക്കുവാനുള്ള കടം കംപ്ലീറ്റ് ആയിട്ട് തീർത്തു. അതാണ് ജസ്റ്റിഫിക്കേഷൻ.
അവിടെ കൊണ്ട് നിൽക്കുകയല്ല. ഇന്ന് കേൾക്കുന്ന പ്രസംഗം മൊത്തം അവിടെയാണ്. അത് കഴിഞ്ഞൊരു ഭാഗമുണ്ട്, സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടു, അല്ലെങ്കിൽ ദത്തെടുക്കപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ക്രിസ്തു മുഖാന്തരം നമ്മൾ ദത്തെടുക്കപ്പെട്ടു. നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ തൊട്ടിയിൽ തന്നെ കിടക്കുകയാണോ? ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എത്ര കാലം ഒരു തൊട്ടി കിടക്കും? ചിന്തിച്ചു നോക്കിക്കേ. അതിനൊരു കാലഘട്ടമുണ്ട്. ചില മാസങ്ങൾ കിടക്കും, അല്ലെങ്കിൽ ആദ്യത്തെ 1-1.5 വയസ്സ് വരെ കിടക്കും. എന്നും ആ കുഞ്ഞ് 15 വയസ്സായ കുഞ്ഞ് ജനിച്ചിട്ട് 15 വയസ്സായി ഇപ്പോഴും തൊട്ടില്ല കിടക്കുന്നതെങ്കിൽ, ഐ ടെൽ യു മൈ ബ്രദർ, മൈ സിസ്റ്റർ, there is a serious problem there. ആ കുഞ്ഞ് വളരണം. ഒരുവൻ ക്രിസ്തുവിലായി വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ വളരണം. എങ്ങനെ വളരണമെന്നറിയാമോ? ക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപരായി വളരണം. റോമാലേഖനം 8-ാം അധ്യായം 28-29 വാക്യങ്ങൾ പഠിപ്പിക്കുന്ന പോലെ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി വളരണം. സ്വർഗത്തിന്റെ പൗരന്മാരായി വളരണം. സ്വർഗത്തിലെ പിതാവിന്റെ മക്കളായി വളരണം. അതിനുവേണ്ടി ഈ തിരുവചനം മുമ്പേ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഗോസ്പൽ കഴിഞ്ഞിട്ട് ദൈവസഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ഈ ലേഖനങ്ങൾ പഠിക്കുകയും അനുസരിക്കുകയും അത് പഠിപ്പിക്കുകയും ദൈവസഭയെ അതിലൂടെ പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യം അതാണ്. വീണ്ടും ജനിച്ച ഒരു വ്യക്തി ദൈവത്തിന്റെ സഭയോടുള്ള കൂട്ടായ്മയിൽ ദൈവവചനത്തിന്റെ ഉപദേശങ്ങളിൽ നിലനിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ വ്യക്തി വളരും, പാപത്തെ വിട്ടകന്നു. അതിനാ വിശുദ്ധീകരണം എന്ന് പറയുന്നത്, സാങ്ക്ടിഫിക്കേഷൻ. ദാറ്റ് ഇസ് എ സെക്കൻഡ് സ്റ്റേജ്. ദാറ്റ് ഇസ് എ സെക്കൻഡ് സ്റ്റേജ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ രണ്ടാമത്തെ തലമാണ്. മൂന്നാമത്തെ തലം ഫൈനലാണ്. അത് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയും. അത് കർത്താവിൻ്റെ വരവിൽ നമ്മൾ കർത്താവിനെ പോലായിത്തീരും, പൂർണ്ണതയിലെത്തും. കർത്താവിന് വരവിന് വേണ്ടി നോക്കി കാത്ത് തങ്ങളെ തന്നെ ദൈവസഭയിൽ ശുദ്ധീകരിച്ച് കറയും എല്ലാ ചുളുക്കവും മാറ്റി ആത്മാവിൻ്റെ ശക്തിയാൽ ജീവിച്ച് ദൈവവചനത്താൽ കഴുകപ്പെട്ട് അനുദിനം കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതല് കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ കർത്താവിനെ പോലാകും. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നു, when he shall become, we shall be like him. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകയാൽ അവനോടുകൂടെ സദൃശ്യന്മാരാകും. അടുത്ത വാക്യം പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ദാറ്റ് ഇസ് ദ തേർഡ് ലെവൽ ഓഫ് സാൽവേഷൻ. രക്ഷയുടെ മൂന്നാമത്തെ തലം ഇതാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇതിനകത്ത് ഏത് തലത്തിലായിപ്പോഴും ഈ നാളുകളിൽ കേൾക്കുന്ന പ്രസംഗം ഏത് തലത്തെക്കുറിച്ചാ? ജസ്റ്റിഫിക്കേഷൻ മാത്രം മതിയോ? വളരണ്ടായോ? പിന്നെ ജനിച്ചു വീണാൽ മാത്രം മതിയോ? നിനക്ക് വളരണ്ടേ? നിന്നെ വളർത്തണ്ടേ? ഹല്ലേലൂയ. അത് മാത്രമാണോ? ഈ ഫോൾസ് ഗ്രേസിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ജഡത്തെ ഉത്തേജിപ്പിക്കുന്ന ഫോൾസ് ഗ്രേസ്, it feeds the desires of the flesh, but true grace kills the desires of the flesh. വ്യാജകൃപയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ജഡത്തിന് വേണ്ടതൊക്കെ അവൻ കൊടുത്തുകൊണ്ടിരിക്കും. ശരിയല്ലേ? പണക്കാരനാകണോ നിനക്ക് പണക്കാരനാകാം. ആരോഗ്യം വേണോ നിനക്ക് ആരോഗ്യം വേണം. സുഖ സൗകര്യങ്ങൾ വേണോ സുഖ സൗകര്യങ്ങൾ വേണം. ഇന്ന് കേൾക്കുന്ന പ്രസംഗം അതല്ലേ ദൈവമക്കളെ? നമ്മുടെ ജഡത്തെ ഉത്തേജിപ്പിക്കുന്ന, ജഡത്തെ ആഗ്രഹിക്കുന്ന, ഈ ലോകത്തിൽ വീണ്ടും 1000 വർഷക്കാലം ജീവിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ തരുന്നതല്ലേ ഈ വ്യാജമായ കൃപ പ്രസംഗിക്കപ്പെടുന്നത്? എന്നാൽ സത്യകൃപയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? സത്യകൃപ എന്ന് പറയുന്നത് ജഡത്തിന്റെ മോഹങ്ങളെ മരിപ്പിക്കുന്നതാണ്. റോമാലേഖനം, ഞാൻ ഈ പറയുന്നതെല്ലാം ദൈവവചനത്തിൽ നിന്നാണ് പറയുന്നത്, എൻ്റെ ബുദ്ധിയിൽ നിന്നല്ല പറയുന്നത്. ഞാൻ എന്ത് പ്രസംഗിച്ചാലും പരിശുദ്ധ വചനത്തിൽ നിന്നെടുത്താ പറയുന്നത്. റോമാലേഖനം 8:13 പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ ജീവിക്കും. അപ്പോൾ ആത്മാവിൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നതാണ്, ശരീരത്തിന് പറഞ്ഞാൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നതാണ് സത്യകൃപ. അതാണ് സുവിശേഷം. അല്ലാതെ ജഡത്തിൻ്റെ പ്രവർത്തികളെ വളർത്തുന്നതല്ല. ഇവിടെ പറയുന്നു, നിങ്ങൾ ജഡത്തിൻ്റെ പ്രവർത്തികളിൽ നടന്നാൽ നിങ്ങൾ മരിക്കുമെന്ന്, ആത്മീയമായി മരിക്കുമെന്ന്. ഫോൾസ് ഗ്രേസ് എന്തുവാ ചെയ്യുന്നതെന്നറിയാമോ? ഈ ലോകത്തിലുള്ള സുഖങ്ങളെക്കുറിച്ച്, ഈ ലോകത്തിലുള്ള സന്തോഷങ്ങളെക്കുറിച്ച്, ഈ ലോകത്തിലുള്ള ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ച് അതിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ചേർക്കും. പാപത്തെക്കുറിച്ച് അവർ പ്രസംഗിക്കത്തില്ല. ഞാൻ വേഗം മുന്നോട്ട് പോകുക, സമയം പോകുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയണമെന്നുണ്ട്. Hallelujah. True grace makes us humble, not proud. It makes us servants, not stars. യഥാർത്ഥ ദൈവകൃപയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഹംബിളാകുകയാണ്. കാരണം എന്നറിയാമോ? I was lost once, he saved me. I was blind once, he gave me sight. I was dead in my sins, he rescued me, he
resurrected me, he raised me up. ഒരിക്കൽ ഞാൻ നഷ്ടപ്പെട്ടു പോയവനായിരുന്നു, അവൻ എന്നെ തേടിയെത്തി. ഒരിക്കൽ ഞാൻ അന്ധനായിരുന്നു, അവൻ എൻ്റെ കണ്ണിനെ തുറന്നു. ഒരിക്കൽ ഞാൻ അധർമ്മത്തിലും പാപത്തിലും മരിച്ചു പോയവനായിരുന്നു, അവൻ തൻ്റെ ആത്മാവിനാൽ എന്നെ ജീവിപ്പിച്ചു. ഇതാ ട്രൂ ഗ്രേസ് നമുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? വി ആർ ഓൾവേസ് ഹംബിൾ ബിഫോർ ഹിം. ശരിയല്ലേ? നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തി ചെയ്ത് ഈ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് പോലെ പോകും. പിന്നെ നമുക്ക് ആർക്ക് പ്രൗഡ് ചെയ്യാൻ പറ്റും? പിന്നെ നമുക്ക് ആർക്ക് സഹോദരനെയും സഹോദരിമാരെയും ത്യജിക്കാൻ പറ്റും? മറ്റുള്ളവരെ മാറ്റി നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റുമോ? കാരണം അവരെക്കാൾ മ്ലേച്ഛമായ വഴികളിൽ ജീവിച്ച വ്യക്തിയാണ് ഞാൻ എന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനും എനിക്കിതൊന്നും പോരാ, ഞാൻ ഇതിനേക്കാൾ വലിയ നിലയിലെത്തേണ്ട വ്യക്തിയായിരുന്നു എന്ന് പറയാനും എന്നെ തന്നെ ഉയർത്തുവാനും പ്രൊമോട്ട് ചെയ്യുവാനും ഞാൻ മുന്നോട്ട് വരുമോ? ഇല്ല. കർത്താവെ ലഭിച്ചിരിക്കുന്ന മൊത്തം കൃപയാണ്. അവിടെ തന്നെ ആക്കിയത് ഇങ്ങനെയെങ്കിലും ആക്കി, ഇത് മതി, ഇതിനൊന്നും യോഗ്യതയിരിക്കില്ല കർത്താവെ. ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ ഹ്യൂമിലിറ്റി, ട്രൂ ഗ്രേസ് ഗിവ്സ് us humility, not proud. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസ് നോട്ട് മേക്ക് us stars. നമ്മളെ സൂപ്പർ സ്റ്റാറുകളൊന്നും ആക്കത്തില്ല, പക്ഷേ ഹി മേക്സ് us servants. ഇന്ന് നോക്കിക്കേ, പ്രസംഗിക്കുന്നവർ, ഈ വ്യാജകൃപയെ പ്രസംഗിക്കുന്നവരെ ഒന്ന് നോക്കി, അവർ സ്റ്റാറുകളല്ലേ, സെലിബ്രിറ്റികളല്ലേ? നിങ്ങൾ ചിന്തിക്കേണ്ടതാ സഹോദരന്മാരെ സഹോദരിമാരെ ഈ വിഷയം. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ നമ്മളെ അടിമയാക്കി കഷ്ടപ്പെടുത്തി നിരാശയിൽ കൊണ്ടുപോയിരുന്ന ആ രോഗത്തിൽ നിന്ന് ദൈവം ഒരു വിടുതൽ തരുമ്പോൾ എത്രമാത്രം ആ രോഗത്തെ നമ്മൾ വെറുക്കും. ഇന്ന് നമുക്ക് വെറുക്കാൻ കഴിയാത്തതിന്റെ കാരണം ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട്, ആത്മീക ജീവിതത്തിൽ. ഹല്ലേലൂയ. Grace makes us worshippers, not performers. പ്രകടനത്തിന് വേണ്ടിയല്ല കൃപ നമ്മളെ നയിക്കുന്നത്, അവൻ നമ്മളെ സത്യ നമസ്കാരികളാക്കി മാറ്റും. ഇന്ന് പ്രകടനമാണ് എല്ലായിടത്തും. ഇന്ന് വർഷിപ്പല്ല നടക്കുന്നത്, ഇന്ന് പെർഫോമൻസാണ് നടത്തുന്നത്. അല്ലേ? ഇന്ന് വർഷിപ്പ് ലീഡേഴ്സിൻ്റെ ഒക്കെ എന്തൊരു ബഹളമാണ്. പല കോഴ്സുകളും ഉണ്ടെന്ന് കേട്ടു, വർഷിപ്പ് ലീഡേഴ്സിനുള്ള കോഴ്സുകൾ. വർഷിപ്പ് ലീഡേഴ്സിനെ ഒന്നും ഞാൻ ഒന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ ദൈവവചനത്തിലെങ്കിലും ഞാൻ വർഷിപ്പ് ലീഡേഴ്സിനെ കണ്ടിട്ടില്ല. There is no leaders to worship you. Only one leader is there. That is the Holy Spirit. He is the worship leader. He needs to lead you to worship. And He needs to lead me to worship. We need to trust in Him. മനുഷ്യന്റെ ക്ലവർനെസ്സിലല്ല, സൗണ്ട് സിസ്റ്റത്തിൻ്റെയോ വലിയ മെഗാ പ്രോഗ്രാമുകളിലോ ലൈറ്റ് സൗണ്ട് സിസ്റ്റത്തിലൊന്നും അല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ദൈവജനം കൂട്ടായ്മ കൂടുന്നത് ഭവനത്തിലായിക്കൊള്ളട്ടെ, സഭാഹാളിലായിക്കൊള്ളട്ടെ, എവിടെയായിക്കൊള്ളട്ടെ, അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഉണ്ടാകുമ്പോൾ, അവിടെ ഇറങ്ങി വന്ന് പ്രീ എമിനന്റ് ആയി അവൻ അവിടുന്ന് പൂർണ്ണമായ നിയന്ത്രണത്തിലാകുമ്പോൾ നമ്മൾ അറിയാതെ ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങും. 1-ാം നൂറ്റാണ്ടിലൊന്നും ഇന്ന് കാണുന്ന ടെക്നോളജി ഒന്നും അന്ന് ഇല്ലായിരുന്നു സഹോദരന്മാരെ സഹോദരിമാരെ. ഇന്നൊരു ചർച്ച അന്വേഷിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നല്ല പാട്ട് കേൾക്കാനാണ് ചിലർക്ക്. അവിടെ പോയിരുന്ന സമയം പോകുന്നത് അറിയത്തില്ല, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതൊക്കെ എവിടെ? കർത്താവ് വരുന്നിടത്ത് വെളിച്ചമാണ് ഉണ്ടാക്കുന്നത്, കർത്താവ് വരുന്നിടത്ത് അന്ധകാരമല്ല വരുന്നത്. ലൈറ്റ് ഓഫ് ചെയ്ത് അതിനകത്ത് നിൽക്കുന്ന ജനത്തിന്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്ക്. എല്ലാവരുടേതുമെന്ന് ഞാൻ പറയുന്നില്ല, ഭൂരിപക്ഷം പേരുടെ ഹൃദയത്തിൽ അന്ധകാരം തന്നെയാണ്. അവർ വിടുവിക്കപ്പെട്ടിട്ടാണോ പോകുന്നത്? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ദൈവത്തെ ഒരു വ്യക്തി നേരിട്ട് കണ്ടാൽ ആ വ്യക്തിയുടെ ജീവിതം മാറത്തില്ലേ സഹോദര സഹോദരി? ദൈവം ഇരിക്കുന്ന ഒരു മുറിയിലേക്ക് ഒരു വ്യക്തി കയറിയിട്ട് ഇറങ്ങിപ്പോയാൽ എങ്ങനെ ആയിരിക്കും എന്നറിയാമോ? ആ വ്യക്തിയുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് ഒഴുകുന്ന കാണാം. ഈ അത്യുന്നതനായ ദൈവത്തെ എനിക്ക് കാണാൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായമൊക്കെ ഒന്ന് പഠിച്ച് നിങ്ങൾ നോക്കണം. എനിക്ക് സമയമില്ല ഇവിടേക്കൊന്ന് പോകാൻ. ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിക്ക് ആദ്യം മനസ്സിലാകുന്നത് തൻ്റെ കുറവുകളെ കുറിച്ച്. വിലപിച്ച് നിലവിളിച്ച് കണ്ണുനീരോടെ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പുതിയ ഉടമ്പടികൾ എടുത്ത് ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ സഹോദരിയായിട്ട് ഇറങ്ങിപ്പോവുകയാണ് ദൈവവുമായിട്ടുള്ള സംസർഗത്തിലൊരു മനുഷ്യൻ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ എത്ര പേര് പുതിയ അനുഭവത്തിലേക്ക് വരുന്നുണ്ട്, ജീവിതത്തെ മാറ്റുവാൻ തയ്യാറാകുന്നുണ്ട്, തങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയോർത്ത് മാനസാന്തരപ്പെടുന്നുണ്ട്? കാരണം എന്താണെന്നറിയാമോ? പലയിടങ്ങളിലും ദൈവമില്ല. So, true grace makes us worshippers, not performers. Hallelujah. തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ ഒരു വചനഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ടൈറ്റസ് ചാപ്റ്റർ 2.
തീത്തോസിൻ്റെ പുസ്തകം, ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ കേട്ടോണമേ, ശരിക്കും കേൾക്കണമേ. എന്താ സത്യകൃപയെന്നുള്ളത് അവിടെ എഴുതിയിരിക്കുന്നത്? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സോ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദി ട്രൂ ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവകൃപയെക്കുറിച്ചാണ് പറയുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചല്ലോ. ദൈവകൃപ ഉദിക്കപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും രക്ഷാകരമായ അനുഭവത്തിലേക്ക് വരുമെന്ന്. എന്താണ് രക്ഷയുടെ അനുഭവം എന്ന് അടുത്ത വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണമേ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അതെന്ന് പറഞ്ഞാൽ ഏത്? ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഈ ദൈവകൃപയാണ് നമ്മളെ വളർത്തുന്നത്. ട്രൂ ഗ്രേസ് നമ്മളെ ശിക്ഷിച്ചു വളർത്തുകയാണ്. ട്രൂ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഫൊർഗീവ് ചെയ്യുന്നത് മാത്രമല്ല, ഇറ്റ് ട്രെയിൻസ് യു അപ്പ്. നിന്നെ പരിശീലിപ്പിക്കുന്നതാ സത്യകൃപ. ദൈവകൃപ നിന്നെ പരിശീലിപ്പിക്കുക. ഒരു കൊച്ചു കുഞ്ഞിനെ അടുത്ത് ഇടിച്ചിരുത്തിട്ട് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നത് പോലെ, തെറ്റുവരുത്തുന്ന സമയത്ത് ചെവിക്ക് പിടിച്ചിട്ട് ആ കുഞ്ഞിനെ സ്നേഹത്തോടെ ശിക്ഷിക്കുന്നത് പോലെ പരിപാലിച്ച് ശിക്ഷിച്ചു വളർത്തുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ഞാൻ ചോദിക്കട്ടെ, 15 വർഷം മുമ്പ് യേശുവിനെ അറിഞ്ഞു, കർത്താവിനെ അറിഞ്ഞു, നീ ഇന്ന് എവിടെയായി? ഇപ്പോഴും ഈ പാട്ടും കണ്ട് സന്തോഷിച്ച് രാവിലെ പോകും, സന്തോഷിച്ച് ഒരു പ്രോഗ്രാം കണ്ട് മടങ്ങി വരുന്ന രീതിയിലാണോ നിന്റെ ജീവിതം പോകുന്നത്? അതോ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഒരു വളർച്ച സംഭവിക്കുന്നുണ്ടോ? ഒരല്പമെങ്കിലും? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇല്ല എങ്കിൽ നീ സത്യകൃപ അറിഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? മഹാദൈവവും നമ്മുടെ രക്ഷിതാവും. യേശു കർത്താവിനെ ഇവിടെ മഹാദൈവമായിട്ടാണ് കാണിക്കുന്നത്. ചിലർ പറയുന്നത് യേശു കർത്താവ് ദൈവമല്ലെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു പുത്രനാണ്, ഒരു സ്മോൾ വേർഷൻ ഓഫ് ഗോഡ്. ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ, കേട്ടോ. എനിക്ക് സമയമില്ല അതിനെക്കുറിച്ചൊക്കെ കുറച്ച് സംസാരിക്കാൻ. അവിടുന്ന് സാക്ഷാൽ മഹാദൈവമാണ് യേശു കർത്താവ്. അവിടുന്ന് യഹോവയാണ്. യഹോവ തൻ്റെ സകല ദൂതന്മാരോടും കൂടെ വരുന്നതിനെക്കുറിച്ച് സകരിയ പ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ട്. മഹാദൈവമാണവൻ. ഈ മഹാദൈവത്തെ അറിഞ്ഞ് സർവശക്തനായ ദൈവം നമുക്ക് ദാനമായി തന്ന ദൈവകൃപയിൽ നിന്ന് പ്രപഞ്ചമോഹങ്ങളെയും അവിടെ എഴുതിയിരിക്കുന്ന ഭക്തികേടിനെയും പ്രപഞ്ചമോഹങ്ങളെയൊക്കെ വർജിച്ച് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് ഈ ദൈവകൃപ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്, കേട്ടോ. ചിലരൊക്കെ പറയുന്നുണ്ട് നമ്മൾ രാജകുമാരന്മാരാണ്. പണ്ടൊരാൾ എന്നോട് പറഞ്ഞതാണ്, നമ്മൾ രാജകുമാരന്മാർ. ഓക്കെ, രാജകുമാരൻ എന്ന് പറഞ്ഞാൽ ഭൗതിക രാജകുമാരനല്ല, അത്യുന്നതനായ സർവശക്തനാകുന്ന ദൈവമാകുന്ന രാജാവിൻ്റെ മകനാണ് ഞാൻ. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഞാൻ കാണിക്കേണ്ടത്. സ്വർഗരാജ്യത്തിൻ്റെ പൗരനാണ് ഞാൻ. ഹല്ലേലൂയ. വി മസ്റ്റ് നോ വാട്ട് വി ആർ സ്പീക്കിംഗ്. നമ്മൾ പറയുന്നത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണമേ. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നു. ദിസ് ഈസ് ദ ട്രൂ ഗ്രേസ് ഓഫ് ഗോഡ്, സ്റ്റാൻഡ് ഫേം ഇൻ ഇറ്റ്. നിങ്ങൾ നിൽക്കുന്നത് സത്യകൃപയിലാകുന്നു. ദൈവജനമേ, എന്നെയും നിങ്ങളെയും സ്വർഗം വിളിച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് വിളിക്കുന്നത് ഈ സത്യകൃപയിൽ നിൽക്കാനാണ്. അതുകൊണ്ട് സ്റ്റാൻഡ് ഫേം ഓൺ ഇറ്റ്. ഉറച്ചതിനകത്ത് നിൽക്കണം. This is number 1. True grace saves us. False grace despises us or excuses us. Despises അല്ല, excuses us. സത്യകൃപ നമ്മളെ ജീവിപ്പിക്കുന്നു, അല്ലെങ്കിൽ സേവ് ചെയ്യുന്നു, രക്ഷിക്കുന്നു. വ്യാജമായ കൃപ, ദോഷമായിട്ടുള്ള കൃപ, ഫോൾസ് ആയിട്ടുള്ള ഗ്രേസ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മളെ ന്യായീകരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെയൊക്കെയും അവൻ ന്യായീകരിക്കുന്നു. നമ്പർ 2, ട്രൂ ഗ്രേസ് എക്സോൾട്സ് ക്രൈസ്റ്റ്, ഫോൾസ് ഗ്രേസ് ഡിനൈസ് ഹിം. സത്യകൃപയെന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ ഉയർത്തുന്നു. ഫോൾസ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വ്യാജമായ കൃപയെന്ന് പറയുന്നത് യേശുവിനെ നിഷേധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവിടെ ഒന്നും യേശുവിനെ നിഷേധിക്കുന്നില്ലല്ലോ. കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് ഈ ടൈറ്റസിൻ്റെ പുസ്തകത്തിൽ തന്നെ 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്നുവെങ്കിലും പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുകയും ചെയ്യുന്നു. നിൻ്റെ ജീവിതത്തിൽ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവർത്തികളില്ലെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന പ്രവർത്തികളില്ലെങ്കിൽ, നീ പ്രവർത്തികൾ കൊണ്ട് കർത്താവിനെ നിഷേധിക്കുന്നവനാ. വാ കൊണ്ട് എത്ര ഉയർത്തിയാലും ശരി. കർത്താവ് പറയുന്നു, ഈ ജനം എന്നെ അധരം കൊണ്ട് സ്തുതിക്കുന്നു, അധരത്തും കൊണ്ട് സ്തുതി പാടുന്നു, പക്ഷെ അവൻ്റെ ഹൃദയം എന്നിൽ നിന്ന്
ദൂരെ വിട്ടകന്നിരിക്കുന്നു. അധരം കൊണ്ട് എത്ര കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞാലും, അതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, 7-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ പാട്ടുപാടിയത് കൊണ്ടോ, കർത്താവിൻ്റെ നാമത്തിൽ പ്രസംഗിച്ചത് കൊണ്ടോ, കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നത് കൊണ്ടോ സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ എത്തുന്നത്. മറന്നു പോകരുത്. ട്രൂ ഗ്രേസ് എക്സോൾട്സ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ ഉയർത്തുന്നു. ഫോൾസ് ഗ്രേസ് ഡിനൈസ് ഹിം ത്രൂ ദ ഫ്ലഷ്. യൂദയുടെ ലേഖനം 4-ാം അധ്യായത്തിൽ ഇതൊക്കെ വാക്യങ്ങൾ വായിച്ച് ഞാൻ വിടത്തേയുള്ളൂ, കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. യൂദയുടെ ലേഖനത്തിലേക്ക് വന്നേ, 4-ാം അധ്യായം, യൂദയുടെ ലേഖനം 4-ാമത്തെ വാക്യം, ഒറ്റ അധ്യായമേ ഉള്ളൂ. യൂദയുടെ ലേഖനം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ, ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, ട്രൂ ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സത്യകൃപയെ എന്താണെന്നറിയാമോ ഈ പ്രസംഗകരും ഈ വിശ്വാസികളെന്ന് പറയുന്നവരും കൂടെ ആക്കി തീർത്തതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അതല്ലേ ഇന്ന് ക്രിസ്ത്യൻ്റെ കാണുന്നത്? അതല്ലേ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരാന്ന് പറയുന്ന പലരിലും കാണുന്നത്? അതല്ലേ ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്ന പലർക്കും സന്തോഷമായിട്ടുള്ളത്? ഇത് എഴുതിയത് യൂദയാ എഴുതിയത്. യൂദ ഇതൊന്നും എഴുതാനല്ല ഈ ഒരു ലേഖനം എഴുതിയത്. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് 3-ാമത്തെ വാക്യത്തിൽ. എന്താണെന്നറിയാമോ? പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. രക്ഷയെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയതാ യൂദ. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അതിനെക്കുറിച്ചല്ല നീ ഇപ്പോൾ എഴുതേണ്ടത്, നീ വിശ്വാസത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞു. അന്നേരം എവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നറിയാമോ? നമ്മുടെ ഏകനാഥനും സത്യദൈവമാകുന്ന ക്രിസ്തുവിനോടുള്ള ആ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വഞ്ചിച്ച് മാറ്റുവാൻ തക്കവണ്ണം അവിടെ നോക്കി എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവായി ഏകനാഥനും നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ ദൈവസഭയുടെ മധ്യത്തിൽ നുഴഞ്ഞു വന്നിരിക്കുന്നു. ചിന്തിക്കണമേ, നമ്മുടെ ജീവിതത്തിന് പ്രവൃത്തിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ നിഷേധിക്കുക. അതാ ടൈറ്റസിന്റെ പുസ്തകം 1:16 പറയുന്നത്, they profess that they know God, but by their works they deny him. അല്ലേ? അവരവരുടെ വാക്കുകൊണ്ട് പറയുന്ന ദൈവത്തെ അറിയാമെന്ന്, പക്ഷെ പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തി ലോകത്തിലുള്ള മനുഷ്യരുടെ പ്രവൃത്തിയാണെങ്കിൽ, ലോകത്തിലുള്ള മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അവരുടെ ശൈലിയാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ, അവരുടെ ജീവിത ലക്ഷ്യമാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെങ്കിൽ, നമ്മൾ ദൈവത്തെ ക്രിസ്തുവിനെ നിഷേധിക്കുകയാണ്. അല്ലേ? അവനെക്കുറിച്ച് എത്ര പാട്ട് പാടിയാൽ എന്താ പ്രയോജനം? പാട്ട് ലീഡ് ചെയ്താൽ എന്താ പ്രയോജനം? പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് അവനെക്കുറിച്ച് പ്രസംഗിച്ചാൽ എന്താ ജനം? നമ്മൾ പറയുന്ന അവിടെ ആൾക്കാർക്ക് ഒത്തിരി കൂടുന്നെന്ന്. എന്നെ കേൾക്കുന്ന ദൈവമൊക്കെ ആൾക്കാർ കൂടുന്ന മറ്റു പല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നും ദൈവമില്ല. ഓർത്ത് നോക്കണേ, ആൾക്കാർ കൂടുന്നതിലല്ല കാര്യം. കർത്താവിൻ്റെ പിന്നാലെ വരാൻ എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇത്രയും സർവശക്തന, ഇത്രയും നല്ലവനായ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നല്ലോ. ബോൺ അഗെയിൻ ആയിട്ടുള്ള ക്രിസ്ത്യൻസിൻ്റെ നമ്പർ ഒന്ന് എടുത്ത് നോക്കിയേ. ഈ ലോകത്തിലെ പോപ്പുലേഷനിൽ എത്ര % ഉണ്ട് അവർ? നിങ്ങൾ എന്നോട് പറഞ്ഞേ. അതൊക്കെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞ് എന്തോന്നറിയാമോ? Only a few shall find it. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പഠിക്കുന്നു. ജീവനിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളത് കുറച്ച് പേര് മാത്രമേ. Only a few shall find it. Not in number. ഈ മെഗാ എന്ന് പറയുന്നത് ചർച്ച് വളരുന്നു എന്ന് പറയുന്നത്, it shouldn't be in terms of number, it must be in terms of the quality of the church. അല്ലേ? ഉപ്പിൻ്റെ രസമില്ലെന്നുണ്ടെങ്കിൽ 1 കിലോ ഉപ്പ് വാരി ഇട്ടിട്ട് എന്താ പ്രയോജനം? അല്ലേ? നല്ല ഉപ്പാണെന്നുണ്ടെങ്കിൽ 1 കിലോ ഒന്നും ഇടേണ്ട, 1 പൊടി ഉപ്പിട്ടാൽ മതി കറിക്കകത്തൊക്കെ. അല്ലേ? ഉപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പിന് കാരമുണ്ടാവണം, അതിന് ടേസ്റ്റ് ഉണ്ടാവണം. അല്ലേ? പഞ്ചസാരയുടെ ആ സ്വീറ്റ്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ 1 കിലോ പഞ്ചസാര വാങ്ങിച്ച് ഒരു കാപ്പിക്കകത്ത് ഇട്ടെന്ന് പറഞ്ഞാലും കാപ്പിക്ക് മധുരം ഉണ്ടാവത്തില്ല. ആളുകളുടെ കൂട്ടം കൂടുന്നതല്ല സഭ. ക്വാളിറ്റി. ക്രിസ്തുവിനെ പ്രതിബിംബിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ ആ കൂട്ടത്തിന് സഭയെന്നല്ല പറയുന്നത്, ആ കൂട്ടത്തിന് വിളിക്കുന്ന പേരാണ് കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ ക്ലബ്ബ്. ദൈവത്തിൻ്റെ സഭ കോൺഗ്രിഗേഷൻ അല്ല, ദൈവത്തിൻ്റെ സഭ ക്ലബ് അല്ല, ദൈവത്തിൻ്റെ സഭ ചർച്ചാണ്. കർത്താവിൻ്റെ ജനം. അത് വെറും സഭയല്ല, അത് ദൈവസഭയാണ്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. True grace helps us to look up to Christ.
ക്രിസ്തുവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്, ക്രിസ്തുവിലേക്ക് നോക്കിക്കുന്നതാണ് ദൈവകൃപ. എന്താ ക്രിസ്തുവിലേക്ക് നോക്കേണ്ടത്? അവൻ കടലിന്റെ മീതെ നടന്നത് മാത്രമല്ല നോക്കേണ്ടത്, അവൻ രോഗികളെ സൗഖ്യമാക്കിയത് മാത്രമല്ല നോക്കേണ്ടത്, അവൻ കുഷ്ഠരോഗികളെ തൊട്ടത് മാത്രമല്ല നോക്കേണ്ടത്, 5000 പേരെ അഞ്ചപ്പം കൊണ്ട് 5000 പുരുഷന്മാരെയും അതിലേറെ സ്ത്രീ പുരുഷൻ കുഞ്ഞുങ്ങളെയൊക്കെ പോഷിപ്പിച്ചതല്ല നോക്കേണ്ടത്, മരിച്ചവരെ ഉയർപ്പിച്ചതല്ല നോക്കേണ്ടത്. അതിനൊക്കെ അപ്പുറമായിട്ട് അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി അനുഭവിച്ച കഷ്ടത്തെ ഓർക്കണം. എന്തിനു വേണ്ടി അവൻ കഷ്ടം അനുഭവിച്ചു എന്നുള്ളത് നീ ധ്യാനിക്കണം. അവൻ നിനക്ക് വേണ്ടി മരിച്ചതിനെ നീ ഓർക്കണം, നിനക്ക് വേണ്ടി ഒരു വില കൊടുത്തതിനെ ഓർക്കണം, അവൻ അടക്കപ്പെട്ടതിനെ ഓർക്കണം, അവൻ ഉത്ഥാനം ചെയ്തതിനെ കുറിച്ച് ഓർക്കണം, അവൻ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന എക്സാമ്പിൾ നമ്മൾ നോക്കണം, മാതൃക നോക്കണം, അവൻ ജീവിച്ച ജീവിത രീതി നോക്കണം. അതിനൊക്കെ അപ്പുറമായി തന്റെ മഹത്വത്തിൽ അവൻ എഴുന്നള്ളി വരുവാൻ പോകുന്ന ദിവസത്തെ നീ കാത്തിരിക്കണം. അതാണ് ഗ്രേസ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അല്ലാതെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രം പാടിക്കൊണ്ട് നടക്കുവാനല്ല നമ്മളെ വിളിച്ചത്. കർത്താവ് അത്ഭുതം ചെയ്യും, ഇന്നും അവിടുന്ന് അത്ഭുതം ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ കുറച്ചു കാലം മാത്രമേ നിന്റെ ജീവിതത്തിൽ നിലനിൽക്കൂ. എത്ര കാലം ദൈവം ചെയ്യും? രോഗങ്ങളെ ദൈവം കർത്താവ് സൗഖ്യമാക്കും, നോ ഡൗട്ട്. എത്ര കാലം നീ ആ രോഗസൗഖ്യം കൊണ്ട് നടക്കും? ഒരു നാൾ ഈ ഭൂമി വിട്ട് നീ പോകണ്ടായോ? കർത്താവ് സാമ്പത്തിക സ്ഥിതിക്കൊക്കെ ഭേദം വരുത്തും, വിശ്വസിക്കുന്നയാളാ ഞാൻ. എത്ര നാൾ അതുകൊണ്ട് ഗുണമുണ്ട്? ഒരു ദിവസം ഇതെല്ലാം കളഞ്ഞിട്ട് പോകണ്ടായോ നീ? ഭൗതികമായി എത്ര അനുഗ്രഹങ്ങൾ കർത്താവ് നിനക്ക് തന്നാലും there is an expiry date for that. പക്ഷേ ആത്മീകമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നീ മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ അത് എന്നും നിലനിൽക്കും, ഇവിടെയും നിത്യതയിലും അത് നിലനിൽക്കും. Hallelujah. When we truly understand grace, our pride falls, every boast dies, every heart bows before God in gratitude. നമ്മൾ യഥാർത്ഥ ദൈവകൃപയെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബോസ്റ്റിങ്, നമ്മുടെ പ്രൗഡ് എല്ലാം പോകും, അത് ഫെയിലായി പോകും. അത് മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ വണക്കിക്കൊണ്ട്, കർത്താവേ അങ്ങ് മാത്രം മഹത്വത്തിന് യോഗ്യൻ, അറുക്കപ്പെട്ട കുഞ്ഞാടേ അങ്ങ് മാത്രം യോഗ്യനെന്ന് നമ്മൾ പാടും. നമ്മുടെ നോട്ടം മുകളിലേക്കായിരിക്കും എപ്പോഴും. മൃഗങ്ങളെപ്പോലെ, കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ, പന്നികളെപ്പോലെ ഈ ഭൂമിയിലുള്ളത് മൂക്ക് കൊണ്ട് ചുരുണ്ടി നടക്കത്തില്ല. നമ്മുടെ വി വിൽ നെവർ ബിക്കം എർത്തലി സെൻറ്റേഡ്, വി വിൽ ബിക്കം ഹെവൻലി സെൻറ്റേഡ്. ഭൗമികന്മാരായിട്ടല്ല, സ്വർഗോന്മുഖത്തോടു കൂടി നമ്മൾ ജീവിക്കും. Hallelujah. That means accepting Jesus Christ as our Savior. At the same time, He becomes our Lord. അവിടെ നമ്മുടെ കർത്താവ്. പക്ഷേ ഈ ഫോൾസ് ഗ്രേസ് പ്രസംഗിക്കുന്നവരെ നോക്കി, അവർ പറയും യേശു ഞങ്ങളുടെ രക്ഷകനാണ്, പക്ഷേ യേശു ഞങ്ങളുടെ കർത്താവാകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. കാരണം കർത്താവാകുന്നെങ്കിൽ കർത്തൃത്വം അവൻ ഏറ്റെടുക്കും. അവൻ പറയും നീ എന്ത് ചെയ്യണമെന്ന്, എന്ത് ചെയ്യരുതെന്ന്, അത് നമ്മൾ സമ്മതിക്കത്തില്ല. Number 3, false grace weakens the church. ദൈവസഭയെ ബലഹീനമാക്കുന്നതാണ് വ്യാജകൃപ. ഞാൻ പറഞ്ഞതുപോലെ ക്വാണ്ടിറ്റി കൂടും, എണ്ണം കൂടും, പക്ഷെ ക്വാളിറ്റി കൂടത്തില്ല. സ്പിരിച്വൽ സ്റ്റാൻഡേർഡ്, ആത്മീക നിലവാരം ദൈവസഭയുടെ ഇത് പോകും. ദൈവസഭയെ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്നത് ക്രിസ്തുവിനെ ലോകത്തിന് കാണിക്കാനാണ്, ക്രിസ്തുവിനെ കാണിക്കാനാണ്. ജീവിതത്തിലൂടെ, മുമ്പേ പറഞ്ഞതുപോലെ ജീവിതത്തിലൂടെ, വാക്കുകളിലൂടെയല്ല, ജീവിതത്തിലൂടെ കാണിക്കുവാനാ. നിന്റെ ജോലി സ്ഥലത്ത് നിന്നെ കണ്ടാൽ ക്രിസ്ത്യാനിയാന്ന് പറയണമെന്നത് നിന്റെ വാക്കുകൊണ്ടായിരിക്കരുത്, നിന്റെ ജീവിതം കൊണ്ടായിരിക്കണം. ആരിലും ഇല്ലാത്തൊരു വ്യത്യസ്തത നിന്റെ ജീവിതത്തിനുണ്ടാകണം. എല്ലാവരും കോപിക്കുമ്പോൾ നീ കോപിക്കരുത്, എല്ലാവരും മോഹിക്കുന്ന കാണുമ്പോൾ മോഹിക്കരുത്, അവർ കാണിക്കുന്ന രീതിയിലുള്ള ചേഷ്ടകൾ നീ കാണിക്കരുത്. അവർ ഈ ലോകത്തിൽ ഇതിനു വേണ്ടി, അവർ പണത്തിനു വേണ്ടി ചെയ്യുന്ന മാർഗങ്ങളും വഴികളും നീ അന്വേഷിക്കരുത്. അവർ ഡ്യൂട്ടിയെ ലാഘവത്തോടെ കാണുന്ന പോലെ നീ ലാഘവത്തോടെ കാണരുത്. അവർ പാരസിറ്റമോൾ അടിച്ചു മാറ്റുന്നതിനോട് നീ പാരസിറ്റമോൾ അടിച്ചെടുക്കരുത്. അവരെപ്പോഴും സിക്ക് ലീവ് എന്ന് പറയുന്നതിനോട് നീ സിക്ക് ലീവും പിടിച്ചുകൊണ്ട് നടക്കരുത്. നിനക്കൊരു മാതൃക നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം എല്ലാത്തിലും. We lose our spiritual standard. Holiness become legalism in such churches. അങ്ങനെയുള്ള ചർച്ചുകളിൽ ഹോളിനെസ് എന്ന് പറയുന്ന ലീഗലിസമായിട്ട് മാറും. അവർ പറയും ഓ ഹോളി, ഡോണ്ട് സേ ഹോളി. ഹോളി എന്ന് പറയുന്നത് മുഖമൊക്കെ നീട്ടി ലീഗലിസ്റ്റാണ്, ഹോളിയെ കുറിച്ച് പറയരുത് അങ്ങനെ. ആൻഡ് റിപ്പൻറ്റൻസ്, ദ മെസ്സേജ് ഓൺ റിപ്പൻറ്റൻസ് ഈസ് നെവർ ഹേർഡ്. മാനസാന്തരത്തെക്കുറിച്ചുള്ള റിപ്പൻറ്റൻസ്, മാനസാന്തരത്തെക്കുറിച്ചുള്ള മെസ്സേജ് അവിടെ കേൾക്കത്തില്ല ഒരിക്കലും. കാരണം കേൾക്കുന്ന ഇഷ്ടമല്ല. പിറ്റേ ആഴ്ച ചേറുകളൊക്കെ ഒഴിഞ്ഞു കിടക്കും. കാരണം എന്നാണെന്നറിയാമോ? റിപ്പൻറ്റൻസിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. അവിടെ ചെല്ലരുത് കേട്ടോ. നന്നാകുന്ന വഴികളൊക്കെ അവിടെ പ്രസംഗിക്കുന്നത്. കുറച്ചു നേരം പാട്ടൊക്കെ കേട്ട് സിക്കകത്തൊക്കെ കുറച്ചു നേരം ഇരിക്കാമെങ്കിൽ അത് അനുഗ്രഹം. അവിടേക്ക് ആൾക്കാർ ഇടിച്ചു കൂടും. ഏതായാലും ചർച്ച എന്ന് പറയുന്നിടത്ത് പോയാൽ മതിയല്ലോ, സ്വർഗത്തിലെത്തണമെന്നൊന്നുമില്ല.
യെസ്, ഹോളിനെസ് ബിക്കംസ് എ ലീഗലിസം. ലീഗലിസുകളാണ് ഹോളിനെസ്. വെൻ യു ഗെറ്റ്, നിങ്ങൾക്കറിയാമോ, സമയമില്ലെങ്കിലും ഞാനിതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. പഴയ നിയമത്തിലെ ആലയത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുമ്പോഴേ, പഴയ നിയമത്തിലെ ആലയത്തിൻ്റെ ഫ്രണ്ട് ഡോറിലൂടെ, വാതിലിലൂടെ നമ്മൾ അകത്തോട്ട് കടന്നു പോകുമ്പോൾ ആദ്യം കാണുന്നത് എന്തോന്നറിയാമോ? യാഗപീഠം, ആൾട്ടറാണ് കാണുന്നത്. ആ യാഗപീഠം എന്താ? കുട്ടപ്പനായിട്ടിരിക്കുക, അതിലെപ്പോഴും ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കും. ഇറ്റ് ഈസ് റെഡ് വിത്ത് ബ്ലഡി തിങ്, ബ്ലഡി ബ്ലീഡിങ്, ടോട്ടലി ബ്ലഡി, ഫുൾ ഓഫ് ബ്ലഡ്. അതെന്താണെന്നറിയാമോ ദൈവജനത്തെ പഠിപ്പിക്കുന്നത്? സിൻ ഹാസ് എ പ്രൈസ് ടു പേ. നിന്റെ പാപത്തിന് വേണ്ടി ഒരു മൃഗം ഇതിൻ്റെ മേൽ അറുക്കപ്പെട്ടു. നിന്റെ പാപത്തിന് വേണ്ടി ഈ യാഗപീഠത്തിൻ്റെ മേൽ ഒരു മൃഗം അറുക്കപ്പെട്ടു. വില കൊടുക്കാതെ പാപമോചനമില്ല. അന്നത്തെ ജനം വില കൊടുത്തു. പാപം ചെയ്യുമ്പോൾ അവരൊന്നിലൊരു ആടിനെ, അല്ലെങ്കിൽ ഒരു കിടാവിനെ, അല്ലെങ്കിൽ ഒരു പക്ഷിയെ അവിടെ കൊണ്ടുവരും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്കൊക്കെ വില കൊടുത്ത് മൃഗത്തെയും ആടിനെയും അല്ലെങ്കിൽ പക്ഷിയെയും വാങ്ങിച്ചുകൊണ്ട് വരുവാനാണെങ്കിൽ നമ്മൾ എത്ര പേര് പാപം ചെയ്യും? ദൈവമക്കളെ ഒന്ന് പറഞ്ഞേ. നമുക്കിന്ന് ഫ്രീയാ. കർത്താവ് പരമയാഗമായി തീർന്നത് കൊണ്ട് ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ മതി, നമുക്കെല്ലാം ഫ്രീയാ. അതുകൊണ്ടാണ് നമ്മൾ വില കൊടുക്കാത്തത്. അന്നത്തെ ജനത്തിന് ഒരു വില കൊടുക്കണമായിരുന്നു, ഒരു യാഗവസ്തു അറുക്കപ്പെടണമായിരുന്നു. ഇന്നോ? ഹല്ലേലൂയ. Can you please leave that there? Don't make noise. അന്നൊരു യാഗമൃഗം അറുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരു യാഗമൃഗത്തിന് വില കൊടുക്കണം. നമ്മളൊന്ന് ചിന്തിച്ചേ. ഇന്ന് ആലയത്തിലേക്ക് അങ്ങനത്തെ മൃഗത്തെ കൊണ്ട് വരണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്ര പേര് പാപത്തെക്കുറിച്ച് ഇങ്ങനെ ലാഘവത്തോടെ എടുക്കും? ഇന്ന് നമ്മൾക്ക് വില കൊടുക്കണ്ട. അതാണ് ഫോൾസ് ഗ്രേസ്. ഒരു വലിയ വില കൊടുത്തു, കർത്താവിൻ്റെ രക്തം ഒഴുക്കി. കർത്താവിൻ്റെ രക്തത്തിന് വിലയില്ലേ ദൈവമക്കളെ? എത്രയോ ആടുകളുടെ, എത്രയോ കാളകളുടെ, എത്ര ആയിരം കാളകളുടെ വില കൊടുത്താൽ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയ്ക്ക് തുല്യമാകും? നമ്മൾ കർത്താവിൻ്റെ രക്തത്തെ മലിനമെന്നുണ്ടെങ്കിൽ ദൈവവചനം പറയുന്ന പോലെ പലരും. ഫോൾസ് ഗ്രേസ് വീക്കൻസ് ദ ചർച്ച്. ദൈവത്തിൻ്റെ സഭയെ ബലഹീനമാക്കുന്നതാണ് വ്യാജമായ വ്യാജമായ കൃപ. We must pay a price. And we don't want to pay that price. We want everything. നമുക്കെല്ലാം എന്താ പറയുന്നതെന്ന് അറിയാമോ? നമുക്ക് മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കണം ഈ ലോകത്തിൽ. നമ്മുടെ ജീവിതത്തിലെ ആറ്റിറ്റ്യൂഡ് മാറ്റണം ദൈവമക്കളെ. മാക്സിമം അഡ്വാൻറ്റേജിനല്ല ജീവിക്കേണ്ടത്, മാക്സിമം നഷ്ടം സഹിക്കാൻ നമ്മൾ തയ്യാറാവണം. അവിടെയാണ് ഞാൻ യഥാർത്ഥ ദൈവ പൈതലാന്ന് ലോകത്തിന് കാണിക്കുന്നത്. ലോകം മുഴുവനും ലാഭത്തിന് വേണ്ടി ഓടുമ്പോൾ നീയും ഞാനും നഷ്ടം കർത്താവിന് വേണ്ടി സഹിക്കാൻ തയ്യാറാവണം. അത് സമയമായിക്കൊള്ളട്ടെ, ആരോഗ്യമായിക്കൊള്ളട്ടെ, സമ്പാദ്യമായിക്കൊള്ളട്ടെ, അതെന്തുമായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. അത് അവിടെയാ കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുന്നത്. ദാറ്റ് ക്യാൻ ഹാപ്പൻ ഓൺലി ത്രൂ ദ ട്രൂ ഗ്രേസ്. സത്യകൃപ വന്നെങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിക്കുവാനും ചെയ്യുവാനും കഴിയും. ദൈവകൃപയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നൗ ദ ലാസ്റ്റ് പോയിന്റ്, 5 മിനിറ്റിനുള്ളിൽ ഞാൻ ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ട്രൂ ഗ്രേസ് ട്രാൻസ്ഫോംസ് us, ബട്ട് ഫോൾസ് ഗ്രേസ് എക്സ്ക്യൂസ്. പുതിയ കൃപ, ദൈവത്തിൻ്റെ യഥാർത്ഥ കൃപയെന്ന് പറയുന്നത് നമ്മളെ രൂപാന്തരത്തിലേക്ക് നയിക്കും. ഫോൾസ് ഗ്രേസോ, എക്സ്ക്യൂസിന് വേറൊരർത്ഥമുണ്ട്, ഒഴിവ് കഴിവ് പറയും. എന്ന് പറയാമോ? ഇപ്പം വേണ്ട നാളെ, ഇപ്പം വേണ്ട നാളെ, സമയമുണ്ടല്ലോ. എനിക്ക് 20 വയസ്സല്ല ആയിട്ടുള്ളൂ, എനിക്ക് 34 വയസ്സല്ല ആയിട്ടുള്ളൂ, ഇനിയിപ്പോൾ എത്രയുണ്ട്? നാളെ നാളെ നാളെ. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. അങ്ങനെ നാളെ നാളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകും. എങ്ങനെ? എവിടെ പോയി? ഗ്രേസ് ഡസ് നോട്ട് ലീവ് യു വെയർ ഇറ്റ് ഫൗണ്ട് യു. ദൈവകൃപ നിന്നെ എവിടെ കണ്ടുമുട്ടിയോ അവിടെ നിന്നെ വിട്ടേക്കത്തില്ല. അവിടെ നിന്ന് നിന്റെ കൈ പിടിച്ച് അവൻ നിന്നെ മുന്നോട്ട് നടത്തും. ട്രൂ ഗ്രേസ് ഡസ് നോട്ട് ലീവ് യു വെയർ ഇറ്റ് ഫൗണ്ട് യു. മറന്നു പോകരുത്. സത്യകൃപ നിന്നെ എവിടെ കണ്ടുമുട്ടിയോ അവിടെ നിന്നെ വിട്ടിട്ട് പോകത്തില്ല. അവിടെ നിന്ന് നിന്റെ കൈ പിടിച്ച്
മുന്നോട്ട് നിന്നെ നയിക്കും. If the grace never leads you to a change, it is not the grace of Christ. നിന്നെ രൂപാന്തരപ്പെടുത്താത്ത കൃപയാണ് നിനക്ക് ലഭിച്ചതെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ കൃപയല്ല. നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താത്ത ഒരു കൃപയാ നിനക്ക് കിട്ടിയതെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയല്ല. അത് ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന ഫോൾസ് ഗ്രേസ്, വ്യാജമായ കൃപയാണ്. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രീച്ചർ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതാക്കപ്പെട്ടിരിക്കുന്നു. ചിന്തിക്കണമേ സഹോദര സഹോദരി, ഒരുവൻ ക്രിസ്തുവിലായാൽ he becomes a new creature or she becomes a new creature and old is gone. Old is gone means നമ്മുടെ പഴയ സ്വഭാവത്തിനൊരു മാറ്റം വന്നത്. പണ്ട് സ്നേഹിച്ചിരുന്ന പലതിനെയും നമ്മൾ ഇന്ന് വെറുക്കും. പണ്ടുള്ള ചില കൂട്ടുകെട്ടുകൾ വേണ്ടെന്ന് വെക്കും, പണ്ടുള്ള ചില ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കും, പണ്ടുള്ള ചില സ്വഭാവങ്ങൾ വേണ്ടെന്ന് വെക്കും, പണ്ടുള്ള ചില രീതികളോട് ബൈ പറയും. അതിൻ്റെ അർത്ഥം ഓൾ ഓഫ് എ സഡൻ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയി എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടായേക്കാം. പക്ഷേ വീഴ്ചകൾ ഉണ്ടായാലും വെള്ളത്തിൽ വീഴുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ കൂട്ടാണ്. വെള്ളത്തിൽ വീഴുന്ന ഒരു ആട്ടിൻകുട്ടി വീഴത്തില്ലെന്നോ, ഒരാട്ടിൻകുട്ടി വെള്ളത്തിൽ ചള്ളക്കകത്ത് വീഴത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി, ഒരു കിറ്റൺ, we can't say that a kitten would never fall into a muddy water. But it doesn't like to fall in. ഒരു പൂച്ചക്കുട്ടിക്ക് ഒരിക്കലും ഈ ചെളിവെള്ളത്തിനകത്ത് വീഴുന്ന ഇഷ്ടമാണോ? അല്ല. ഒരു ആട്ടിൻകുട്ടിക്ക് ചെളിവെള്ളത്തിൽ വീഴുന്ന ഇഷ്ടമല്ല. അത് വീണാൽ അവിടെ കിടന്ന് കരയും, അവിടുന്ന് ചാടി മേളിൽ കയറി കിടന്ന് കരയും. കരയുക മാത്രമല്ല, അത് പുറത്ത് നോക്കും. അതിൻ്റെ ദേഹത്ത്, അതിൻ്റെ ഫറില്, അതിൻ്റെ രോമത്തിൽ പെട്ടിരിക്കുന്ന ആ ചള്ള കണ്ടുമ്പോൾ, അത് ആ ചെളി മട്ട് കാണുമ്പോൾ അതിന് വേദനയാണ്. അത് എവിടെയും ചെയ്ത് ഇങ്ങനെ ഉരയ്ക്കും. കണ്ടിട്ടില്ലേ നാട്ടിലൊക്കെ അത്? ആ ഉരയ്ക്കുന്നത് കാണുമ്പോൾ, അതിൻ്റെ നിലവിളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, അത് പറയുക, ഈ വെള്ളത്തിൽ ഈ വഴി കൂടി ഇനി ഞാൻ വരത്തില്ല, എനിക്കതിന് ഇഷ്ടമല്ല. ഒരു ദൈവ പൈതലിൻ്റെ ആറ്റിറ്റ്യൂഡ് പാപത്തോടതായിരിക്കണം. അതാണ് ട്രൂ ഗ്രേസ്, യഥാർത്ഥ ദൈവകൃപ നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തി. അതാ ഓൾഡ് ഈസ് ഗോൺ, എവരിതിങ് ഹാസ് ബിക്കം ന്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്ര പേരുടെ ജീവിതത്തിൽ സത്യമാണ്? ഓൾഡ് ഈസ് ഗോൺ എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഇവിടെ ധൈര്യത്തോടെ പറയാൻ കഴിയും, ഐ ആം എ ന്യൂ ക്രീച്ചർ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി, എല്ലാം എനിക്ക് പുതുതാക്കി. എൻ്റെ കർത്താവ്, ഹി ഹാസ് മെയ്ഡ് എവറിത്തിങ് ന്യൂ, ഹി ഹാസ് റീഷേപ്ഡ് മീ. Grace not only forgives, it trains, it reshapes and it transforms us. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ ക്ഷമിക്കുന്നതെന്ന് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. നമ്മളെ മുമ്പേ നമ്മൾ വായിച്ച് കേട്ടതുപോലെ അത് നമ്മളെ ശിക്ഷിച്ച് വളർത്തുമെന്നുള്ളത് നമ്മുടെ മനസ്സിൽ, യൂദയുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ നമ്മളെ ശിക്ഷിച്ച് വളർത്തുമെന്നുള്ളത് നമ്മൾ പഠിച്ചില്ല. യൂദയുടെ അല്ല, തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ, 11-12 വാക്യത്തിൽ വായിച്ചതുപോലെ, 12-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ അത് നമ്മളെ ശിക്ഷിച്ച് വളർത്തുമെന്നുള്ളത് നമുക്കാർക്കും അറിയത്തില്ല. ദൈവത്തിൻ്റെ കൃപ പാപം ക്ഷമിക്കുക മാത്രമല്ല, അവിടുന്ന് പാപത്തിൽ വീഴാതിരിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുകയും നമ്മളെ രൂപാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഈ തിരുവചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം.